അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മക്കളെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. പ്രായമാകുന്ന കാലത്തൊരു താങ്ങും തണലുമാകുന്ന മക്കള്, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താത്ത മക്കള്, രോഗം പിടിച്ച അവസാനം മരണത്തോട് മല്ലടിച്ച് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ കയ്യില് വെള്ളം കൊണ്ടുവന്ന് വാപ്പയുടെയും ഉമ്മയുടെയും വായിക്കകത്തേക്ക് വെള്ളമൊഴിച്ചു തന്നിട്ട് സ്നേഹത്തോടെ മാതാപിതാക്കളുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുന്ന മക്കള്, അവസാനം എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് കൊളുപ്പിക്കുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലേക്ക് ജനാസയെടുക്കുമ്പോ ഓടി വന്നിട്ട് ഉമ്മാന്റെ തലയെടുത്ത് കയ്യിൽ വെച്ച്, വാപ്പയുടെ തലയെടുത്ത് കയ്യിൽ വെച്ച്, മാതാപിതാക്കളുടെ മയ്യത്ത് തന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് കൊണ്ട് കഴുകുന്ന മക്കളുണ്ടല്ലോ. അവസാനം മയ്യത്ത് കഫൻ തുണിയിൽ പൊതിഞ്ഞ് പള്ളിക്കകത്തേക്ക് കൊണ്ടുവെക്കുമ്പോ പള്ളിയിലെ ഇമാമിന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഉസ്താദേ, എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ വാപ്പയാണ്, ഇതെന്റെ പ്രിയപ്പെട്ട ഉമ്മയാ, അതുകൊണ്ട് ഇവരുടെ മയ്യത്തിന്റെ ഇമാമത്ത് ഞാൻ നിൽക്കുമെന്ന് പറയുന്ന ഒരു സ്വാലിഹായ സന്താനം നമുക്ക് വേണ്ടി 6 അടി മണ്ണിനകത്തേക്ക് അവസാനം മയ്യത്ത് കൊണ്ട് കബറടക്കിയിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പിടിമണ്ണ് വാരി പടച്ചവനെ കബറിന്റെ മുകളിലേക്ക് എറിഞ്ഞിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങി പോകുമ്പോ അതാ ഒരു പൊന്നുമോനെ വാപ്പയുടെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ, ഉമ്മയുടെ കബറിന്റെ ചാരത്ത് നിൽക്കുകയാ. കൂടെ വന്നവരെ ചോദിച്ചു, എന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്? അവരോടുള്ള കടമകൾ മുഴുവനും കഴിഞ്ഞല്ലോ, എന്തിനാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ, പടച്ചവനെ എന്റെ ഉപ്പാനെ ഒറ്റക്കിട്ടിട്ട് വരാറ്, എന്റെ ഉമ്മാനെ പടച്ചവനെ കൊണ്ടുവന്ന് 6 അടി മണ്ണിനകത്ത് ഒറ്റക്കിട്ടിട്ട് വരാ, എനിക്ക് മനസ്സില്ലെന്ന് പറഞ്ഞൊരു 5 മിനിറ്റെങ്കിലും ഉമ്മയുടെയും വാപ്പയുടെയും കബറിന്റെ ചാരത്ത് നിന്ന് ഹൃദയം പൊട്ടിയിട്ട് പടച്ചുറപ്പിനോട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു സ്വാലിഹായ സന്താനം നമുക്ക് വേണ്ടി. എന്റെ പ്രിയമുള്ളവരെ, നാളെ പടച്ചവന്റെ പരലോകത്ത് കടന്നു ചൊല്ലുമ്പോ അല്ലാഹു സ്വർഗത്തിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുമ്പോ പോകാതെ പടച്ചവന്റെ സ്വർഗത്തിന്റെ കവാടത്തില് എന്റെ ബാപ്പയും അമ്മയും ഇല്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോകില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് തന്റെ മാതാപിതാക്കളെ കാത്തിട്ട് നാളെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നില് കാത്തു നിൽക്കുന്ന ഒരു സ്വാലിഹായ സന്താനം നമുക്ക് വേണ്ടി. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്, അല്ലാഹു നൽകിയ സമ്മാനമാ. ആ സമ്മാനമായ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിലേക്ക് കടന്നു പോകണ്ടേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ തന്നെ പറയുകയാ, വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവരാകണം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ചില മാതാപിതാക്കൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബനാ വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ. അല്ലാഹുവേ പടച്ചവനെ, ദുനിയാവില് അല്ലാഹുവേ ദുനിയാവില് പ്രയോജനമുള്ള സ്വാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാഹ്. പടച്ചവനെ, എനിക്ക് ദുനിയാവില് നൽകണം, ദുനിയാവില് നല്ലത് നൽകണം. എന്നിട്ട് അവര് പറയുന്നു, അല്ലാഹുവേ ദുനിയാവിൽ മാത്രം നല്ലത് പോരാ, ആഖിറത്തിലും പ്രയോജനമുള്ളത് തരണേ പടച്ചവര്. ആഖിറത്തിലേക്ക് പ്രയോജനമുള്ളതിനെ തരണേ പടച്ചവര്. എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് തരണേ പടച്ചവര്. നരകത്തിന്റെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് തരണേ പടച്ചവര് എന്നല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, പാതിരാത്രി സമയമില്ലാതെ ഉള്ള സമയത്ത് മഴ പെയ്തിട്ട് പോലും ഈ വാഴന്റെ സദസ്സിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിന്റെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സന്താനം നിനക്ക് വേണ്ടി, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മാതാപിതാക്കളില്ലെങ്കിൽ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തില്
അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തില് വാശി പിടിച്ചു നിൽക്കുന്ന ഒരു നല്ല സന്താനം നിനക്ക് വേണമെന്ന് മോഹമുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഏതെങ്കിലും മാതാപിതാക്കള്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ തന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സൂക്ഷിച്ച അവന് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ അള്ളാഹു അവന് കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. നമ്മുടെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രയോജനമുള്ള മക്കളാകണം, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാകണം നമ്മൾ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെയും അതുപോലെ പ്രയോജനമുള്ള കൂട്ടത്തിൽ അള്ളാഹു പെടുത്തുമാറാകട്ടെ. അതിന് പരിശുദ്ധമായ ഖുർആൻ പറയുക, വെറുതെ ഒന്നും അങ്ങനെ കിട്ടൂല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അങ്ങനെയുള്ള നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ വെറുതെ കിട്ടൂല. ഇത്തിരി കഷ്ടപ്പാടുണ്ട്, ഇത്തിരി പരിശ്രമമുണ്ട്. അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയുള്ള മക്കളെ കിട്ടൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുക. ഞാനത് പറഞ്ഞു തരാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുസരിക്കാൻ ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹീങ്ങളായ മക്കളിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പറയുക, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക. ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വാലിഹായ സന്താനം നിനക്ക് വേണമെന്ന മോഹമുണ്ടോ? അല്ലാഹുവേ, നിന്റെ മക്കൾ തന്നെ നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുകയാണ്. അങ്ങനെയുള്ള മക്കളെ കിട്ടണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. സ്വാലിഹായ സന്താനത്തെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ കിട്ടണമെന്ന് ആഗ്രഹമുള്ള എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയമുള്ള പെങ്ങള്, കല്യാണം കഴിക്കാൻ കൊതിയോടെ മോഹത്തോടെ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പടച്ചവനെ, മക്കളെ പ്രായപൂർത്തിയായി അവരെ കെട്ടിച്ചു കൊടുക്കണം, അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, സാലിഹായ സന്താനങ്ങളെ നിനക്ക് വേണോ? ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം ചെയ്യുന്ന, നിന്റെ കണ്ണിന് കുളിർമയാകുന്ന, ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന പടച്ചവനെ, നിനക്ക് സ്വർഗത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന മക്കളെ നിനക്ക് കിട്ടണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിസാഉകും ഹർസുൽ ലക്കും വഅതു ഹർസകും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, പെണ്ണെന്ന് പറഞ്ഞാൽ കൃഷിയിടമാട്, പെണ്ണെന്ന് പറഞ്ഞാൽ കൃഷിയിടമാട്. അല്ലാഹുവേ, നല്ല പറമ്പിൽ വിത്തിറക്കിയാല്, പഠിച്ചവനെ, നല്ല പിരികിടത്തിൽ നല്ല ഒരു വസ്തുവിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടൂ എന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാ, നല്ല പെണ്ണിന്റെ വയറ്റില്, നല്ല ഉമ്മയുടെ വയറ്റില് നല്ല മക്കള് പിറക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നല്ല ഉമ്മമാരുടെ വയറ്റില്, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ. മോശമായ പെണ്ണിന്റെ വയറ്റില് നല്ല മക്കള് പിറക്കാറില്ല. മോശമായ വാപ്പയ്ക്ക് നല്ല മക്കള് ജനിക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കൂ. പടച്ചവനെ, പ്രവാചകന്മാരുടെ ജീവിതം മുതൽ തുടങ്ങട്ടു. അല്ലാഹുവേ, പ്രവാചകന്മാരുടെ ജീവിതം നോക്കൂ, സഹാബത്തിന്റെ ജീവിതം നോക്കൂ, താബീങ്ങളുടെ ജീവിതം നോക്കൂ, ഇമാമമാരുടെ ജീവിതം നോക്കൂ. എന്തിനെന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന ആലിമീങ്ങളുണ്ടല്ലോ, എത്രയോ മഹാരഥന്മാര്, ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും അനുഭവസ്ഥരാണല്ലോ. ബഹുവന്യനായ ഉസ്താദ് പോലും നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇവരെ എല്ലാവരെയും ഒരു ഉമ്മ വളർത്തിയ മക്കളാ. നല്ല ഉമ്മയുടെ വയറ്റിൽ പിറന്ന ഒരു സന്തതിയും ഇന്നവരെ വഴിപിഴച്ചു പോയ ചരിത്രമില്ല. നല്ല ഉമ്മയുടെ വയറ്റിൽ പിറന്ന മക്കൾ മുഴുവനും അല്ലാഹുവേ നല്ല നിലയിലായെന്ന്
നല്ല ഉമ്മയുടെ വയറ്റിൽ പിറന്ന മക്കളെല്ലാവരും നല്ല നിലയിലായെന്ന ചരിത്രം നമുക്ക് പഠിപ്പിക്കുമ്പോ അള്ളാന്റെ ഖുർആനാ പറഞ്ഞത് മോശമായ ഒരു പെണ്ണിന്റെ വയറ്റിൽ നല്ല മക്കള് ജനിക്കാറില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം പറഞ്ഞു തരാ. അള്ളാഹുവേ പടച്ചവനെ, ഒരു നല്ല ഉമ്മയ്ക്ക് പിറന്ന ഒരു മകനെ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനിടകുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ. അള്ളാഹുവിനെ വല്ലാത്ത പേടിയാ, പടച്ചറപ്പിനെ വല്ലാത്ത പേടിയാ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ വസ്ത്രം മുറുക്കി ഉടുത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ കിടന്നിട്ട് ഉറക്കം വരാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവസാനമുണ്ടല്ലോ, ഒഴുക്കമുള്ള ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്ത് പോയിട്ട് വിശന്ന് തളർന്നു കിടക്കുകയാ. പടച്ചവനെ, ഒരു ഒഴുക്കുള്ള പുഴയുടെ ചാരത്തിങ്ങനെ തളർന്നു കിടക്കുകയാണ്. ആ സമയത്ത് വെള്ളത്തിലൂടെ ഒരു ആപ്പിളിങ്ങനെ ഒഴുകി വരികയാ. പടച്ചവനെ, പട്ടിണി കിടക്കുന്ന സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ഒഴുകി വരുന്ന ആപ്പിള് കാണുമ്പോ വല്ലാത്ത ഒരു സന്തോഷം തോന്നുകയാ. അവസാനം വിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളെടുത്തങ്ങ് കഴിക്കുകയാണ്. പകുതി തന്റെ ആമാശയത്തിലേക്ക് കടന്നു ചെന്നു. വിശപ്പിനൽപ്പം ശമനം വന്നു. അല്ലാഹുവേ, അപ്പോഴാണ് ചിന്തിക്കുന്നത്, പടച്ചുറപ്പേ, ഖസറ ദുനിയാ വല്ലാഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ പടച്ചവര്. ഇതാരുടേതാണെന്നറിയില്ലല്ലോ പടച്ചവര്. ഹറാമിന്റെ വയറ്റിൽ ആയിപ്പോയല്ലോ പടച്ചവര്. ഹറാമിന്റെ രക്തത്തിൽ അലിഞ്ഞു പോയല്ലോ പടച്ചവര്. ഞാൻ നഷ്ടമാളിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശി ആയി പോയല്ലോ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പകുതി ആപ്പിള് കയ്യിൽ പിടിച്ചിട്ടത് ഭ്രാന്തനെ പോലെ പൊട്ടിക്കരയുകയാ. അല്ലാഹുവേ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവസാനം സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പുഴയുടെ ചാരത്തുകൂടെ ഓടുകയാണ്. എത്രയോ കിലോമീറ്ററുകൾ ഓടുകയാ. ഓടി അവസാനം അല്ലാഹുവേ, ഏത് തോട്ടത്തിൽ നിന്നാണ് ആപ്പിള് വീണത് ആ തോട്ടം കണ്ടുപിടിക്കുകയാണ്. അകത്തേക്ക് ഓടി ചെല്ലുമ്പോ അതിനകത്തൊരു മനുഷ്യൻ നിൽക്കുകയാ. സാബിത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞെനിക്കൊന്ന് പൊരുത്തം തരുവോ? വിശപ്പിന്റെ കാഠിന്യത്താൽ അറിയാതെ തിന്നുപോയതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാനിവിടത്തെ ജോലിക്കാരനാണ്. പടച്ചവനെ, ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, എന്റെ യജമാനന്റെ വീട്ടിലെത്തണമെങ്കിൽ 3 ദിവസം രാവും പകലും നടന്നാലേ എന്റെ യജമാനന്റെ വീട്ടിലെത്തൂ. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന കാണാനിടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ആ സുന്ദരനായ പടച്ചിറപ്പിനെ പേടിയുള്ള ചെറുപ്പക്കാരെ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? 300 കൊല്ലം നടക്കേണ്ടി വന്നാൽ ഇതിന്റെ പൊരുത്തം ചോദിക്കാൻ നടക്കാനാ തയ്യാറാ. പ്രിയമുള്ളവരെ, നടക്കുകയാണ്. വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിള് കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാൻ പകുതി ആപ്പിള് കയ്യിൽ പിടിച്ച് കണ്ണിലൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പോകുകയാണ്. അവസാനം യാത്ര ചെയ്തു. ആ തോട്ടത്തിന്റെ യജമാനന്റെ വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ടു ഓടിച്ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന, മനുഷ്യ, അറിയാതെ ചെയ്തു പോയതാ, വിശപ്പിന്റെ കാഠിന്യത്താൽ തിന്നുപോയതാ, എനിക്കൊന്ന് പൊരുത്തം തരുവോ? ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരാ പടച്ചവര് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനോ പടച്ചവര്? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിള് കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാറ് ഇത്രയും ദൂരം പടച്ചവരെ സഞ്ചരിച്ചു വരുന്ന ഈ ചെറുപ്പക്കാരൻ സാധാരണ ആളല്ല. ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. സാബിത്ത് പറഞ്ഞു, എന്തിനും ഞാൻ തയ്യാറാണ്, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാ മതി. കാണാനിടകുള്ള ചെറുപ്പക്കാരനായ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനോട് ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാ കഴിവില്ല, അവള് സൗന്ദര്യമില്ലാത്തവളാണ്. എന്റെ പൊന്നുമോളെ വിവാഹം കഴിച്ചാലേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരൂ എന്ന് പറയുമ്പോ കാണാനിടകുള്ള സുന്ദരനായ ചെറുപ്പക്കാർ അവിടുന്ന് പറഞ്ഞു, എനിക്ക് പെണ്ണിനെ പോലും കാണണ്ട, വിവാഹം കഴിക്കാനാ തയ്യാറാ. അവൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ പൊരുത്തപ്പെട്ടു
തരുവോ? എനിക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ പോയിട്ട് പാവിയെ പോലെ നിൽക്കാവയ്യ. അവസാനം എന്റെ പ്രിയമുള്ളവരെ വിവാഹം കഴിഞ്ഞു. പടച്ചവനെ സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് കാണാനടകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയറക്കകത്തിങ്ങനെ ഒരുങ്ങിയിരിക്കുകയാ. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ വിട്? കണ്ണിന് കാഴ്ചയില്ലാത്ത, ചെവിക്ക് കേൾവിയില്ലാത്ത, നടക്കാൻ കഴിവില്ലാത്ത എന്റെ ഭാര്യ വിട് എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, സാബിത്തേ ഞാൻ തന്നെയാ നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എനിക്ക് നടക്കാൻ കഴിവുണ്ട്. പിന്നെ എന്റെ വാപ്പ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയുവോ? അവിടെന്ന് പറഞ്ഞു, സാബിത്തേ അല്ലാഹു കാണരുതേ എന്ന് പറഞ്ഞ, പടച്ചറപ്പ് കാണല്ലേ എന്ന് പറഞ്ഞ ഹറാമാക്കിയ ഒരു കാര്യവും ഇന്ന് വരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല സാബിത്തേ. അല്ലാഹുവേ ഓർമ്മ വെച്ച കാലം മുതലൂ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണാത്തവരാ, എന്റെ കണ്ണിനെ ഞാൻ സൂക്ഷിക്കുന്നവരാ. ആ പെണ്ണ് പറയുന്ന മോശമായ ഒരു കാര്യവും ഇന്ന് വരെ എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് വരെ എന്റെ ചെവി കൊണ്ട് വൃത്തന്റെ ശബ്ദവും ഞാൻ കേട്ടിട്ടില്ല. മൂന്നാമതായിട്ട് ആ പെണ്ണ് പറയുകയാണ്, അല്ലാഹു പോകരുതേ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് റബ്ബ് തന്ന കാലുകൊണ്ട് ഇന്ന് വരെ ഒരു ചുവട്ടടി പോലും ഞാൻ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹുവിനെ വല്ലാത്ത പേടിയുള്ള പെണ്ണാ, പടച്ചറപ്പിനെ പേടിയുള്ള പെണ്ണാട്. പടച്ചവനെ വാപ്പയാരാണ്? അല്ലാഹുവേ ഭാര്യ ഇങ്ങനെയാണ്, ഭർത്താവ് എങ്ങനെയെന്നറിയുമോ? വെള്ളത്തിലൂടെ ഒഴുകി വന്ന ആപ്പിളിന്റെ പൊരുത്തം ചോദിക്കാൻ പോയ വാപ്പയാ. പടച്ചവനെ ഇവര് രണ്ടുപേരും കൂടെ മണിയറക്കകത്തേക്ക് കിടക്കുകയാണ്. രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അല്ലാഹുവേ ആ ഉമ്മയുടെ വയറ്റിലൊരു നല്ല മകന് പിറന്നു. ആ ഉമ്മയുടെ വയറ്റിലൊരു നല്ല മകൻ പിറന്നു. ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരേതെന്നറിയുമോ? ആ മകനാരെന്നറിയുമോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ് ആ ഉമ്മയുടെ വയറ്റിൽ പിറന്ന മകനാണെന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അതുകൊണ്ടാണ് പൊന്നുമോന് വിവാഹം കഴിക്കണമെന്ന മോഹത്തോടെ നടക്കുന്ന ചെറുപ്പക്കാരാ, മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ നടക്കുന്ന വാപ്പാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് പെണ്ണിനെ നോക്കുമ്പോ, പെണ്ണ് കെട്ടണമെന്നുള്ള മോഹം വരുമ്പോ പൊന്നുമോനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കണേ, അവളുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് പിറക്കാറുള്ളൂ. ചരിത്രം എടുത്ത് നോക്കിക്കോ, നല്ല ഉമ്മമാര് വളർത്തിയ ഒരു മക്കളും ഇന്ന് വരെ തലതിരിഞ്ഞു പോയിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അവക്ക് പണമുണ്ടോ എന്നല്ല നോക്കണേ, ഇന്ന് നോക്കണേ അത് തന്നെ. പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് പണമുണ്ടോ, ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണെങ്കിലും കുഴപ്പമില്ല, എന്നെക്കാളും വയസ്സുണ്ടെങ്കിലും കുഴപ്പമില്ല, പണം ഉണ്ടെങ്കിൽ കെട്ടാൻ തയ്യാറാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറുപ്പക്കാരൻ, നിൻ്റെ ഉമ്മയും ബാപ്പയും പറയും പണം ഉള്ളിടത്തുനിന്ന് കെട്ടിയാൽ മതി, പണം ഉള്ളിടത്തുനിന്ന് കെട്ടിയാൽ മതി. എടാ, അവരല്ല ജീവിക്കേണ്ടത്, നീയാ ജീവിക്കണ്ടേ. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, മൻ തസവ്വജ ലി ഇംറഅതി മാലിഹ. അള്ളാഹിൻ്റെ റസൂല് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പെണ്ണിൻ്റെ പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു നീ എത്ര വാങ്ങി കെട്ടിയാലും അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, പേടിക്കണ്ട, പെണ്ണിൻ്റെ പണം നോക്കിയിട്ടാണ് നീ കെട്ടിയെങ്കിൽ മോനെ നീ എത്തിക്കാനിലായി പോകും. 2, മറ്റ് ചിലർ വിവാഹം കഴിക്കുന്നത് സൗന്ദര്യം നോക്കിയിട്ടാ. ഭാര്യയും ഭർത്താവും കൂടെ പോകുന്ന കണ്ട നാട്ടുകാർ മുഴുവനും ചോദിക്കണം, എവിടെ നിന്ന് കിട്ടിയടാ ഇതുപോലെ ഒരു മുതലിന്, എന്താപ്പല്ലേ. കൂടെ കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം, കൊള്ളാം 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 എന്ന് പറയണം. സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്, സൗന്ദര്യം നിന്റെ ഭാര്യയെ നശിപ്പിച്ച് കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.
നബിഗിന റസൂലുള്ളാഹി അല്ല, സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടുന്ന ആൾക്കാരുണ്ട്. മനുഷ്യ സൗന്ദര്യമുള്ള പെണ്ണിനെ അത് നോക്കിയിട്ട് കെട്ടി അവളുടെ സൗന്ദര്യം തന്നെ നശിപ്പിക്കും. അതുകൊണ്ടാണ് ഈ കൗൺസിലിങ്ങിന് പോകുന്ന ഡോക്ടർമാരുണ്ടല്ലോ, കൗൺസിലിങ്ങിൻ്റെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ പറയും, ഭർത്താക്കന്മാരോട് പറയും, നിന്റെ ഭാര്യയ്ക്ക് നിന്നെക്കാലം സൗന്ദര്യം ഉണ്ടെങ്കിലും ഭാര്യയോട് പറയാൻ പാടില്ല എന്നെക്കാലം ഗ്ലാമർ നിനക്കാണ്. ഒരു ഭർത്താവും തൻ്റെ ഭാര്യയോട് പറയരുത് എന്നെക്കാലും സുന്ദരി നീയാണെന്ന് പറയരുത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കാര്യം അന്നും ഒരു തുടങ്ങി, അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പിന്നെ അങ്ങോട്ട് തുടങ്ങും, അല്ലാ പടച്ചോനെ ഈ മനുഷ്യൻ എനിക്ക് ചേർന്നതല്ല. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, ഭാര്യ മുന്നിൽ നടക്കും, ഭർത്താവ് പുറകെ നടക്കും, ഒരുമിച്ച് നടക്കൂല. കാരണം ജോഡികളല്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത്. സൗന്ദര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയാൽ അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലേ. സൗന്ദര്യം നശിപ്പിക്കൂല. ഇപ്പോൾ ഇതിലെ കൂടെ കാണാൻ അഴകുള്ള മനോഹരമായ ഒരു പുഴ ഇങ്ങനെ ഒഴുകിയ കാണുന്നവർക്കൊക്കെ ഒന്ന് കുളിക്കണമെന്ന് തോന്നൂല്ലേ? എന്താ മനുഷ്യന്മാർ തോന്നൂല്ലേ? നിങ്ങളൊക്കെ മലക്കുകളാ തോന്നാറില്ല? ഇതിലങ്ങനെ കാണാൻ അഴകുള്ള നല്ല വെള്ളം ഇങ്ങനെ ഒഴുകുക, ഒന്ന് കുളിക്കണമെന്ന് തോന്നൂല്ലേ? തോന്നാറുണ്ട്. ഇതിൽ തന്നെ ഒരു സുന്ദരിയായ പെണ്ണ് പോയാൽ എല്ലാവരും നോക്കും. ഒരു സുന്ദരിയായ പെണ്ണ്, പിന്നെ ഓളെല്ലാവരും നോക്കണമെന്നുണ്ടെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓള് താഴെയല്ല, അർശിൻ്റെ മുകളിൽ കയറി കളയും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, മറ്റ് ചിലരാണെങ്കിൽ കുടുംബ മഹിമ മാത്രമേ നോക്കൂ, ദീനുണ്ടോ എന്ന് നോക്കത്തൊന്നുമില്ല. വലിയ കുടുംബത്തിൽ പോയിട്ട് പെണ്ണ് കെട്ടുന്നവരുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുടുംബ മഹിമ നോക്കിയിട്ട് നീ പെണ്ണ് കെട്ടരുത്. അങ്ങനെ പെണ്ണ് കെട്ടിയാൽ ആ കുടുംബത്തിൽ നീ നാണം കെട്ടുപോകുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെണ്ണ് കാണാൻ പോകുമ്പോൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം അവൾക്ക് അല്ലാഹനെ പേടിയുണ്ടോ എന്ന് നോക്കണം. അവൾ അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവളാണ്, അവൾക്ക് ദീനി ബോധമുണ്ടോ എന്ന് നീ നോക്കിയാലേ നിനക്ക് നല്ല മക്കളെ കിട്ടൂ എന്ന് നബിയിന റസൂലുള്ളാഹി. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. കല്യാണം കഴിച്ചവരെ വെക്കാനാ പറഞ്ഞത്. ധൈര്യമായിട്ട് പൊക്ക്. എന്തിനാ ഉസ്താദ് അത് ഓർമ്മിപ്പിക്കണേ അല്ലേ? നിങ്ങൾ ചിന്തിക്കോ, ഉസ്താദെ പെണ്ണും കെട്ടി മക്കളുമായി ഈ വിഷയം ഇപ്പം നമ്മളോട് പറഞ്ഞിട്ട് എന്നാ ചെയ്യാനല്ലേ? ഇവിടെ പെണ്ണും കെട്ടിക്കഴിഞ്ഞ് 3-4 പെറ്റും കിളഞ്ഞ് മക്കളെ കെട്ടിക്കാറായി. ഈ സമയത്ത് വന്നിട്ട് ഈ വിഷയം പറഞ്ഞാൽ ഞങ്ങൾക്കെന്ത് പ്രയോജനം? നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യം പറഞ്ഞു തരാം. 6 സ്വഭാവമുള്ള ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 സ്വഭാവമുള്ള ഒരു ഭാര്യ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീടിൻ്റെ ഐശ്വര്യം തന്നെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ 6 സ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ വീട് തന്നെ വല്ലാത്ത വീടായി പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരാരാണെന്നറിയണം? വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയുന്ന ഭാര്യ ആരാണെന്നറിയണം? പറ മനുഷ്യന്മാരറിയണോ? അറിയണമെങ്കിൽ കൈപൊക്ക്. അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എന്നിട്ട് വേണം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ പിടിച്ചിട്ട് പറയും, മൂദേവി അങ്ങാര് പറഞ്ഞ 6 സ്വഭാവം നിനക്കുണ്ട്, ചുമ്മാതല്ല ഈ വീട്ടിൽ അടിയുണ്ടാക്കാനല്ല. ഈ പറയുന്ന ദുസ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനാണ്. മഹാനായ അലിയാര് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒന്നാമത്തെ ഭാര്യ അഭിനയിക്കുന്ന ഭാര്യ. അസുഖമൊന്നുമില്ല, പക്ഷെ എപ്പോഴും അസുഖം നടിക്കും. ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞാൽ അവൾ പറയാം എനിക്ക് തലവേദനയാണ്. ഒരല്പം എന്തെങ്കിലും കഴിക്കാണ്ടാക്കിയ എനിക്ക് നടുവേദനയൊക്കെ. ചുമ്മാതെ രോഗം നടിക്കുന്ന ഭാര്യ അവൾ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്നവളാണ്. 2, ചെയ്ത നന്മകൾ എടുത്തെടുത്ത് പറയുന്നൊരു ഭാര്യ. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി 15 കൊല്ലമായി ഇപ്പോഴും പറയും, അതേ ഞാൻ വെറുതെ അല്ല ഇങ്ങോട്ട് വന്നത്, 20 പവനും 10-40 സെൻറ്റുമായിട്ടാണ് വന്നേ. ഈ വീട് ആരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാ? എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് വീട് കിട്ടിയിരിക്കണേ. നിങ്ങളുടെ സഹോദരിമാരെയൊക്കെ കെട്ടിക്കണ സമയത്ത് എൻ്റെ കയ്യിലും കാലും കിടന്നൊക്കെ ഊരി തന്നിട്ടാണ് കെട്ടിച്ചത്. അതേ നിങ്ങളുടെ വാപ്പയും ഉമ്മയും മരിക്കാൻ കിടക്കുന്ന കാലം വരെ നോക്കിയത് ഞാനാ, ഓളൊന്നും മറന്നിട്ടില്ല. ഇങ്ങനെ പറയണ ഒരു ഭാര്യ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീടിൻ്റെ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3-മത്തത്, ഭർത്താവിൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അതൊന്നും അവൾക്ക് അറിയണ്ട. ഭർത്താവിൻ്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ല അതൊന്നും അറിയണ്ട. കാണുന്നത് മുഴുവൻ നമുക്ക് വേണം, കാണുന്നത് മുഴുവനും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കണ പെണ്ണാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4-മത്തെ ഭാര്യ, അവൾക്ക് പിന്നെ വീടും മക്കളും ഭർത്താവും ഒന്നും നോക്കാൻ സമയമില്ല, ഒരുങ്ങാൻ മാത്രമേ സമയമുള്ളൂ. എപ്പോഴും ഒരുങ്ങണം. 24 മണിക്കൂർ ഒരുങ്ങുന്ന പെണ്ണ് അവൾ വീടിൻ്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണ്. 5-മത്തെ പെണ്ണ്, ഭർത്താവും ഭാര്യയും കൂടെ ഇരിക്കുമ്പോൾ മറ്റൊരുത്തനെ ആഗ്രഹിക്കുന്നവൻ. ഭാര്യയും ഭർത്താവും കൂടെ ഇരിക്കുക, അപ്പോഴാ അയൽവാസിയെ കണ്ടില്ല, അവൻ്റെ ബോഡി കണ്ടില്ല, അങ്ങനെ വേണം ഇങ്ങനെ വേണം, കണ്ടവന്മാരെ ആഗ്രഹിക്കുന്ന ഭാര്യ. 6-മത്തെ പെണ്ണ്,
ഭർത്താവ് വഴിപ്പെടുന്നതിന് വേണ്ടി വിളിച്ച അവൾ പറയും എനിക്ക് സുഖമില്ല, ഞാൻ കുളിച്ചില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകുന്നവളാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരൻ, നല്ല മക്കളെ വെറുതെ കിട്ടൂല. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരെണ്ണത്തിന് നിനക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിക്കുന്ന സമയത്ത് അള്ളാനെ പേടിയുള്ളൊരു പെണ്ണിനെ വേണം നീ വിവാഹം കഴിക്കാൻ. അവളുടെ വയറ്റിലെ നല്ല മക്കൾ പിറക്കൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതായി പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, പൊന്നുമോനെ, ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാ. പടച്ചറബിന്റെ സ്വർഗത്തിൽ വെച്ചാണ് ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത്. നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരുടെയും വിവാഹം നടന്നത് പടച്ചവന്റെ സ്വർഗത്തിൽ വെച്ചാ. എന്റെ പൊന്നുമോനെ, വിവാഹം കഴിക്കുന്നത് ജീവിക്കാനാണ്. അത് ശാശ്വതമായ ഒരു ജീവിതത്തിന് വേണ്ടിയാ. എന്റെ പ്രിയമുള്ളവരെ, ആ ജീവിതം അല്ലാഹുവേ ഞാനും നിങ്ങളും വിവാഹം കഴിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ കാലാകാലം വർഷങ്ങളോളം നീണ്ടുകിടക്കുന്ന ഒരു ജീവിതത്തിന് വേണ്ടിയാ. എവിടെ പോയാ ജീവിക്കേണ്ടത്? അല്ലാഹുവേ, നമ്മുടെ തറവാട്ടിലേക്ക് ചെന്നാണ് ജീവിക്കേണ്ടത്. നമ്മുടെ തറവാടേനാട്, നമ്മുടെ വാപ്പയും നമ്മുടെ ഉമ്മയും കളിച്ച് ജനിച്ച് നടന്ന ഒരു നാടുണ്ട്. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ. ആ തറവാട്ടിൽ വേണമാണ്, ആ തറവാട്ടിൽ പോയാണ് നമുക്ക് ജീവിക്കേണ്ടത്. ആ തറവാട്ടിൽ പോയി ജീവിക്കുന്ന ഒരു കുടുംബത്തെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വഅസ്വാജുഹു ഫീ നിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നാളെ പടച്ചവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തില് സ്വർണത്തിന്റെ ചാരുകസേരയിലെ വാപ്പയും അമ്മയും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇരുന്ന് സുഖിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ ഹൂറുലീങ്ങളായ പെണ്ണുങ്ങൾ മുഴുവനും ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്കും ഖുദ്മത്ത് ചെയ്യാൻ അവരെല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാ. സ്വർഗവാസികൾ മുഴുവനും ആ കുടുംബത്തെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അത് മാത്രമല്ല, പടച്ചവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ കടന്നു വരുന്ന മലക്കുകളുണ്ടല്ലോ, ഈ വാപ്പയെയും ഉമ്മയെയും മക്കളെയും നോക്കിയിട്ട് അവര് പോലും പറയുന്നു സലാം. അവരെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കുടുംബമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വിവാഹം കഴിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ നമുക്ക് ജീവിക്കാനാ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പോയി ജീവിക്കുന്ന ഒരു കുടുംബമാവണം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സാലിഹായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന മക്കളെ നിനക്ക് കിട്ടണമെങ്കിൽ രണ്ടാമതായിട്ട് പറയുകയാ, ലോകത്താദ്യമായിട്ട് വിവാഹം നടന്നത് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാ. അതുകൊണ്ട് പൊന്നുമോന്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് വേണം നിന്റെ നിക്കാഹ് നടത്തേണ്ടത്. ലോകത്ത് ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമേതെന്നറിയുവോ? അത് അല്ലാഹുവിന്റെ പള്ളികളാ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ എത്രയോ ഹൈന്ദവ വിശ്വാസികളുണ്ട്. അവരുടെ കല്യാണങ്ങളിൽ ഞാനും നിങ്ങളും പങ്കെടുക്കാറുണ്ട്. പണക്കാരനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ, അവരുടെ താലികെട്ട് നടക്കുന്നത് അമ്പലങ്ങളിൽ വെച്ചാ. എത്രയോ ക്രിസ്തുമത വിശ്വാസികളുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കുന്നവരാ. അവരുടെയും വിവാഹം നടത്തുന്നത് എന്റെ പ്രിയമുള്ളവരെ അവരുടെ പള്ളിയിൽ വെച്ചാ. കാരണം അവർക്കറിയാ, അവിടെ വെച്ച് നടത്തിയാലുണ്ടാകുന്ന പ്രയോജനം എന്താണെന്ന് അവർക്കറിയാ. പക്ഷേ നമ്മൾ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്താറില്ല. കാരണം ഒന്നിൽ ആഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്, അല്ലെങ്കിൽ പള്ളിയിലെ ഇമാമ വീട്ടിൽ വന്നിട്ട് നിക്കാഹ് നടത്തണം. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ വിവാഹം നടത്തേണ്ടത് പടച്ചറപ്പിന്റെ പള്ളിക്കകത്ത് വെച്ചാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പള്ളിയിൽ വെച്ച് വിവാഹങ്ങൾ നടത്താൻ പാടില്ലല്ലോ, ഇന്ന് നടത്താറുമില്ലല്ലോ. കാരണം പള്ളിക്കകത്ത് വെച്ച് നിക്കാഹ് നടത്തിയ പിന്നെ ആഘോഷം നടത്താൻ കഴിയില്ലല്ലോ.
ഇന്ന് പണക്കൊടുപ്പ് കാണിക്കാൻ കഴിയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ വിവാഹമുണ്ടല്ലോ, പടച്ചവനെ ഈ സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ പടച്ചവനെ അനാചാരങ്ങൾ കൊണ്ട് ഇന്നത്തെ വിവാഹങ്ങൾ ഇങ്ങനെ നിറയുമ്പോ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്, എന്തെല്ലാം പേക്കൂത്തുകളാണ്. പടച്ചവനെ പണക്കൊടുപ്പ് കാണിക്കാനുള്ള ഒരു ആഘോഷമായി പണമില്ലാത്തവന് പലിശക്കെടുത്തിട്ട് ലോൺ എടുത്തിട്ട് പടച്ചവരെ തന്റെ മക്കളുടെ വിവാഹങ്ങൾ ആർഭാടമാക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, പോനെ പറയുമ്പോ നിങ്ങളിൽ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ പറയേണ്ടത് പറയണമല്ലോ ചെറുപ്പക്കാരാ. ഇന്നത്തെ വിവാഹങ്ങൾ എങ്ങനെയാണ്? പടച്ചവരെ വിവാഹത്തിന്റെ തലേ ദിവസം മുതൽ ആഘോഷം തുടങ്ങുകയാ. പാതിരാത്രി 12 മണി വരെ ആണും പെണ്ണും, പ്രായമുള്ളവരും പ്രായമില്ലാത്തവര്, പടച്ചവനെ അല്ലാഹുവേ എന്തെല്ലാം പേക്കൂത്തുകളാണ്. പടച്ചവരെ പാതിരാത്രി 12 മണി വരെ നാട്ടുകാരുടെ മുഴുവനും അയൽവാസികളുടെ മുഴുവനും ഉറക്കം കെടുത്തുന്ന രീതിയിൽ ഗാനമേള നടത്തുന്നവരുണ്ട്. പടച്ചവനെ എന്തെല്ലാം ആഘോഷങ്ങളാണ്. അവസാനം 12 മണിയായി 1 മണിയായി എല്ലാരും എവിടെയോ കിടന്നുറങ്ങുകയാ. കള്ളു കുടിച്ചിട്ടുറങ്ങുന്നവരുണ്ട്, ബിയറ് കുടിച്ചിട്ടുറങ്ങുന്നവരുണ്ട്. അല്ലാഹുവേ എവിടെയല്ലോ കിടന്നുറങ്ങുകയാണ്. അവസാനം പിറ്റേ ദിവസം കല്യാണമാ. രാവിലെ 7 മണിയാകുമ്പോഴാണ് പുതുമണവാളൻ എഴുന്നേക്കുന്നത്. വിവാഹം കഴിക്കേണ്ടവൻ പോലും നല്ല ഉറക്കത്തിലാണ്. ആ സമയത്ത് ആരോ വന്ന് വിളിക്കുന്നു, മോനെ എഴുന്നേക്കടാ, ഇന്ന് നിന്റെ കല്യാണമാ. അല്ലാഹുവേ പടച്ചവനെ 7 മണി വരെ കിടന്നുറങ്ങുന്നവർ, സുബഹി നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ പാതിരാത്രി ഒരുമിച്ചുകൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരനോട് സ്നേഹത്തോടെ പറയുകയാ, പൊന്നുമോനെ സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ വിവാഹം കഴിക്കല്ലേ, സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ വിവാഹം കഴിക്കല്ലേ. രക്ഷപ്പെടൂല ചെറുപ്പക്കാരാ, നിന്റെ ജീവിതം നല്ല രീതിയിലാകില്ല ചെറുപ്പക്കാരാ. കാരണം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താൽ അത് നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പടച്ചവരെ സുബഹി നമസ്കരിക്കാതെ 7 മണി വരെ കിടന്നുറങ്ങുകയാണ്. ആരോ വന്ന് വിളിച്ചുണർത്തി. പടച്ചവരെ അല്പം സമയം കഴിഞ്ഞു, 10 മണിയായി, 9 മണിയായി. കൂട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം അവന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. പടച്ചവനെ ഓർമ്മ വെച്ച കാലം മുതൽ വിവാഹത്തിന്റെ തലേ ദിവസം വരെ സ്വന്തമായിട്ട് കുളിക്കുന്നവനാ. പക്ഷേ കല്യാണ പയ്യനെ കുളിപ്പിക്കാൻ ഒരു വിഭാഗമുണ്ട്. മയ്യത്ത് കുളിപ്പിക്കുന്നത് പോലെ പുതുമണവാളനെ കുളിപ്പിക്കുകയാ. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ അവനെ ഒരുക്കാൻ ഒരു വിഭാഗം. പടച്ചവനെ മയ്യത്തൊരുക്കുന്നത് പോലെ, മയ്യത്ത് പുതിയുന്നത് പോലെ പുതുമണവാളനെ കൂട്ടുകാരൊരുക്കുകയാണ്. അല്ലാഹുവേ എന്നിട്ടൊരു കോലത്തോട് അല്ലാഹുവേ പടച്ചവര് പുതുമണവാളനെ നല്ല രീതിയിൽ ഒരുക്കിയിട്ട് പിന്നെ എങ്ങോട്ട് കൊണ്ടുപോവുകയാ പറയേണ്ടതില്ലല്ലോ. പടച്ചവരെ പിന്നെ ആഡിറ്റോറിയത്തിൽ നടക്കുന്നത് എന്താണ്? എല്ലാം കഴിഞ്ഞു അവസാനം എന്റെ പ്രിയമുള്ളവരെ പിന്നെ ഘോഷയാത്രയാ. പുതുമണവാളനും മണവാട്ടിയും പോകുന്ന രംഗമുണ്ടല്ലോ. പടച്ചവനെ വണ്ടി ഒരുക്കിയിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്, ടെമ്പോയ്ക്കകത്ത് കൊണ്ടുപോകുന്നവരുണ്ട്, സൈക്കിളിനകത്ത് കൊണ്ടുപോകുന്നവരുണ്ട്, ചെണ്ടമേളം നടത്തിയിട്ട് റോഡിലൂടെ കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാഹുവേ ഇതെല്ലാം കഴിഞ്ഞു പയ്യനും പെണ്ണും വീട്ടിലെത്തി. പാതിരാത്രി 10 മണിയായി. മണവാളനും മണവാട്ടിയും ജീവിതത്തിന്റെ തുടക്കം കുറിക്കാ മണിയറക്കകത്തേക്ക് കിടക്കുമ്പോ ആ സമയത്ത് പോലും മണിയറയിലെ കട്ടിലിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുന്നവരുണ്ട്. വീടിന്റെ പരിസരത്ത് വന്ന് പടക്കം പൊട്ടിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ വിവാഹം നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ, നിന്റെ വിവാഹം നടക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നുമോനെ രക്ഷപ്പെടൂലടാ, രക്ഷപ്പെടൂലടാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, പൊന്നുമോള്, കാരണം എന്തേയെന്നറിയുമോ? നിനക്ക് പ്രയോജനം ചെയ്യുന്ന മക്കളെ നിനക്ക് കിട്ടൂല. കാരണം എന്തേ? നീ വിളിച്ച് നിന്റെ വിവാഹത്തിന് പങ്കെടുത്തവർ മുഴുവനും നിന്റെ വാപ്പ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പൈസ കൊണ്ട് ഉണ്ടാക്കി വെച്ചു കൊടുത്ത ഭക്ഷണം മുഴുവനും കഴിച്ചിട്ട് അവര് നിനക്കൊരു നല്ല വാക്ക് പറയാറില്ല. എല്ലാവരും നിന്നെ ശപിച്ചുകൊണ്ടാ പോകുന്നത്. നിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേര് നിന്നെ ശപിച്ച ദിവസം നിന്റെ വിവാഹ ദിവസമാ. അതുപോലെയുള്ള അഹങ്കാരമാണല്ലോ കാണിക്കുന്നത്. എങ്കിലെന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ,
മോനെ, മണവാട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? എടാ പുതുമണവാട്ടി എങ്ങനെ ഇരിക്കണമെന്നറിയുവോ? കെട്ടുന്ന പെണ്ണെങ്ങനെയുള്ളവളാകണമെന്നറിയുവോ? കൊതിക്കണം ചെറുപ്പക്കാരാ. ഇതുപോലെ ഒരു ഭാര്യയെ കിട്ടാൻ നീ ഒരുപാട് കൊതിക്കണം പൊന്നുപോര്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മഹ്ദി ഫാത്തിമ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് കടന്നു പോവുകയാ. അലിയാർ തങ്ങളും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മണിയറക്കകത്തേക്ക് കടന്നപ്പോ അലിയാർ തങ്ങളെ വാതിലടയ്ക്കുകയാ. വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം നനയ്ക്കുകയാണ്. പടച്ചവനെ, മണിയറക്കകത്ത് വല്ലാത്ത ഇരുളാ. അതാ അലിയാർ തങ്ങളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള ഭാര്യയായി ലഭിച്ചല്ലോ, അത് വല്ലാത്ത സന്തോഷമാണ്. പടച്ചവരെ, അല്പം സമയം കഴിഞ്ഞു. വസമിഅനാ സൗതന ഹനീനാ, മണിയറക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ, ഒരു തേങ്ങി കരച്ചിൽ കേൾക്കുകയാ. അലിയാർ തങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോ ആരാ കരയുന്നതെന്നറിയുവോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറക്കകത്തിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അലിയാർ തങ്ങളുടെ വായിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണെങ്കിലും ഈ നാട്ടിലുണ്ടോ? നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ കരയുന്നത്? പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ, ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കമാണല്ലോ, ഇന്ന് നമ്മുടെ ആദിരാത്രിയാണല്ലോ. ഞാൻ മണിയറക്കകത്തേക്ക് കടന്നു വന്നപ്പോ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നിങ്ങളെ പെട്ടെന്ന് നനച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? അലിയേ, എനിക്ക് നിങ്ങൾ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം നനച്ചു കളഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ, നമ്മൾ രണ്ടുപേരും പിരിയുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഒരാള് 6 അടി മണ്ണിനകത്ത്, ഒരാള് ഭൂമിയുടെ മുകളില്. പടച്ചവനെ, കബറിനകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, മണിയറക്കകത്തിരുന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കരഞ്ഞുകൊണ്ട് പറയുകയാ, അലിയേ, ഈ മണിയറക്കകത്തെ ഇരുള് കണ്ടപ്പോ എനിക്ക് കബറിന്റെ അകത്തെ ഇരുള് ഓർമ്മ വന്നു. അലിയേ, എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയേ, അവിടെ ഈ ഫാത്തിമ ഒറ്റയ്ക്കാണല്ലോ. അലിയേ, അവിടെ ഖബർ ഞെരിക്കുമല്ലോ, അതിനകത്ത് വല്ലാത്ത ഇരുളാണല്ലോ. വാരിയല്ലുകൾ കോർക്കുന്ന രീതിയിൽ ഖബർ കെട്ടിപ്പിടിക്കുമല്ലോ, അതിനകത്ത് പുഴുക്കളുണ്ടല്ലോ. അലിയാർ തങ്ങളോട് പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ വിവാഹം കഴിഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ആ മടവാട്ടി പറഞ്ഞു കൊടുക്കുകയാ, അലിയേ, ഇവിടെയല്ല മണിയറയാക്കേണ്ടത്, ഇവിടെയല്ല മണിയറയാക്കേണ്ടത്, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അലിയേ, മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. അലിയേ, രക്ഷപ്പെടേണ്ടത് അവിടെയാ. അതുകൊണ്ട് മണിയറക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അലിയാർ തങ്ങള് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളില്, സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളില് ഖബറിനകത്ത് കിടന്നുറങ്ങണ്ടേ അലിയേ? കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറന്നു തരണ്ട്, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാകണ്ട്. അല്ലാഹുവേ, കണ്ണെത്താ ദൂരം ഖബർ വിശാലമാകണ്ട്. മലക്കുകൾ അല്ലാഹുവേ, പടച്ചവരേ, ഉമ്മ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ഖബർ നമ്മളെ കെട്ടിപ്പിടിക്കണ്ടേ അലിയേ?
ഖബറിനകത്ത് ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകള് അവസാനം പുതുമണവാളം കിടന്നുറങ്ങുന്നത് പോലെ മണിയറക്കകത്ത് കിടന്നുറങ്ങുന്നവനെ പോലെ ഉറങ്ങിക്കോ എന്ന് മലക്ക് പറഞ്ഞിട്ട് പോകണ്ട അലിയേ. നമ്മുടെ മണ്ണറയാ മണിയറയാ കണ്ടത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാ ഇന്ന്. ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്ന ദിവസമാ ഇന്ന്. നമുക്ക് നിസ്കരിക്കാമലിയേ, നമുക്ക് ഖുർആനോദാമലിയേ, നമുക്ക് ദിക്റുകൾ പറയാമലിയേ, നമുക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ ഒരുമിച്ചിരുന്ന് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാമലിയേ. അല്ലാഹുവേ, മോഹത്തോടെ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, അതിനകത്ത് അദാബിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണ് നിറയിപ്പിച്ച് മണിയറയുടെ രാത്രി പടച്ചവര് പുതുമണവാളനെ കൊണ്ട് നിസ്കരിപ്പിച്ച ഭാര്യ, ഖുർആനോദിപ്പിച്ച ഭാര്യ, പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യിപ്പിച്ച ഭാര്യ, നരകമോചനം ചോദിച്ച ഭാര്യ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഏത് പെണ്ണാടൂര് കല്യാണം കഴിഞ്ഞ് മണിയറക്കകത്തേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് നിങ്ങൾ ഇന്ന് സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ? ഇന്ന് സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഏത് പെണ്ണാ ചോദിക്കാറ്? ഏത് മണവാട്ടിയാ ചോദിക്കാറ്? അതുകൊണ്ടാണ് പൊന്നുമോനെ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പച്ചവ വിചാരമുണ്ട്. ജന്മം കൊടുത്ത വാപ്പ മിണ്ടൂല, നന്ദ് പ്രസവിച്ച ഉമ്മ മിണ്ടൂല, ഒരേ വയറ്റിൽ കടന്ന കൂടപ്പുറപ്പ് അനുവാദം കൊടുക്കുകയാ. എന്തിന്? വിവാഹം കഴിച്ചവൻ പോലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വ്യഭിചരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമയമുണ്ട്. ഏത് സമയം എന്നറിയോ? ഏത് സമയമെന്നറിയുമോ? പടച്ചവനെ താലി കെട്ടിക്കഴിഞ്ഞാല്, താലികെട്ട് നടത്തി കഴിഞ്ഞ പിന്നെ ഓഡിറ്റോറിയത്തിൽ പിന്നെ അരമണിക്കൂർ എന്തിനെന്നറിയുമോ? പിന്നെ ഫോട്ടോ എടുക്കാറുള്ള സമയമാ. അല്ലാഹുവേ, മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭർത്താവ് പോലും അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശരീരത്തൊന്നും തൊട്ടിട്ടില്ല. അങ്ങനെയുള്ള പെണ്ണിനെ പിടിച്ച് തന്റെ കൂട്ടുകാരുടെ നടുവില്, അല്ലാഹുവേ, മറ്റുള്ള ചെറുപ്പക്കാരുടെ മുകളില് മഹർ കൊടുത്ത് വിവാഹം കഴിച്ച പെണ്ണിനെ പിടിച്ച് കണ്ടവന്റെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ അനുവാദം കൊടുക്കുന്ന ചെറുപ്പക്കാരാ, നിൽക്കെടുക്കല്ലേ പൊന്നുമോള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാണ്, നിന്റെ ഭർത്താവ് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ നിൽക്കല്ലേ പെങ്ങള്, നിൽക്കല്ലേ പെങ്ങള്. കാരണം നീ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മഹദി ഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാരാ. എങ്കിലും ഫാത്തിമ ആരെന്നറിയുമോ? ആരാണ് ഫാത്തിമ? ആരാണെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാര് തങ്ങളുടെ മടിയിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തത്തിൽ കിടന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, അലിയേ പോവുകയാലിയേ, അലിയേ പോവുകയാലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അലിയാര് തങ്ങളോട് പറയുന്നു, അലിയേ ഞാൻ മരിച്ച പകൽ എന്നെ കൊണ്ടുപോയി കബറടക്കല്ലേ, എന്നെ രാത്രിയില് കബറടക്കാവോ, പകല് കബറടക്കല്ല അലിയേ. അലിയാര് തങ്ങൾ അത്ഭുതത്തോടെ ചോദിച്ചു, എന്തേ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞു, അലിയാര് തങ്ങളെ, എന്റെ ശരീരം നിങ്ങളല്ലാതെ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. എന്നെ പകലാട് കബറടക്കുന്നതെങ്കില് എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാകുമല്ലോ അലിയേ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അവരെന്റെ ശരീരം ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരുത്തരം എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുതെന്ന് ആഗ്രഹിച്ച അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പെണ്ണുമോളുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന പെണ്ണ്,
ഭർത്താവ് കണ്ടവന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാ പറഞ്ഞാൽ നിൽക്കില്ലേ പൊന്നുമോള്, നിന്ന് കൊടുക്കില്ലേ പൊന്നുമോള്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന സന്തതി നിനക്ക് ലഭിക്കണമെന്ന മോഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഫൽഫർ ബിദാത്തി ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത്. നിന്റെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിക്കാഹ് നടത്തേണ്ടത് പള്ളിയിൽ വെച്ചാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ വിവാഹം കഴിഞ്ഞു, നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണ്ടേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്തേക്ക് കടന്നു. ഈ മണിയറയ്ക്കകത്തേക്ക് ഇറങ്ങഞ്ഞാൽ പിന്നെ ഈ തുറന്ന പുസ്തകം പോലെ പഴയ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഭാര്യയും ഭർത്താവും അവരിങ്ങനെ മനസ്സ് തുറക്കും. അത് പണ്ട്, ഇപ്പം പിന്നെ തുറക്കാനൊന്നുമില്ല. പണ്ടായിരുന്ന മണിയറയ്ക്കകത്ത് കയറിയിട്ട് ഭാര്യയും ഭർത്താവും അവരുടെ പഴയ പ്രേമവും പ്രണയവും കറങ്ങി നടന്നതും ഇതൊക്കെ പറയുക. ഇപ്പം അതൊന്നുമില്ല. കാരണം ഇതൊക്കെ കല്യാണത്തിന് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുക. എന്താ പറയാനാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, കല്യാണം, ഒരു പയ്യൻ വന്നൊരു പെണ്ണിനെ കണ്ടു, ഒരാൾ വന്നൊരു ചെറുപ്പക്കാരൻ വന്നൊരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാരെല്ലാവരും കൂടെ വന്നിട്ട് ഒരു സ്വർണ്ണം വിടും. ഞങ്ങളുടെ നാട്ടിൽ വളയിടിയിലെന്ന് പറയും, ഇവിടെ എന്ത് പറയുമെന്നറിയില്ല. എന്താ ഇപ്പോൾ പറയുക ഇവിടെ? എന്തായാലും കാര്യം മനസ്സിലാവില്ല. ഈ പയ്യൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ വന്നിട്ടൊരു സ്വർണ്ണം വിടും. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മൊബൈലും കൂടെ വാങ്ങിക്കൊടുക്കും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കേണ്ടത്, 18 കൊല്ലം ഈ പെണ്ണ് 10ാം ക്ലാസ്സിൽ +1 +2 പഠിക്കുന്ന പെൺകുട്ടിയുടെ മൊബൈലിൽ ഒരു മിസ് കോഡ് കണ്ടാൽ ഉമ്മ ചോദിക്കും, ആരാ മോളെ വിളിച്ചേ? പിന്നെ അടിയാ. വാപ്പ അപ്പഴ അടി, ഉമ്മ അടിക്കും, വാപ്പ അടിക്കും. പിന്നെ കൂടെ പുറപ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിൽക്കുക, വെട്ടുംകുത്ത് റാത്തീവ നടത്താൻ. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരു ഗ്രാമോ അല്ലെങ്കിൽ 1 പവനുള്ള ഒരു മോതിരം കയ്യിലിട്ടു, ഒരു വളയിട്ടു, ഇത്രേ ചെയ്തിട്ടുള്ളൂ. കല്യാണം ഉറപ്പിച്ചു, നിക്കാഹൊന്നും കഴിച്ചിട്ടില്ല. അവനങ്ങ് പോയി. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉമ്മ മൊബൈൽ കൊണ്ടുവന്നിട്ട് മോളോട് പറയും, എന്നാ മോളെ അവൻ വിളിക്കുന്നു, പോയിരുന്ന് വ്യഭിചരിച്ചു. ഉമ്മ എന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ അവൻ ഫോൺ വിളിച്ച ഉമ്മ തന്നെ കൊണ്ടു കൊടുക്കും, നീ പോയിരുന്ന് ചൊല്ലിക്കോളാം, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ചില ഉമ്മമാരും വാപ്പമാരും അള്ളാഹു നിങ്ങളെ വെറുതെ വിടില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. കല്യാണം എപ്പോൾ വേണമെങ്കിലും മുടങ്ങാം. നിക്കാഹ് കഴിച്ചാലേ ഭാര്യയാവത്തുള്ളൂ. അള്ളാഹുവെ പടച്ചവനെ, മാതാപിതാക്കൾ അതിന് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുക, പൊന്നുമോളെ, നിനക്ക് 18 കൊല്ലം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവൻ കെട്ടണ 6-7 മാസം നേരെ നടക്കാനോ വേണ്ടി. നിന്നെ പെണ്ണ് കാണാൻ വന്നിട്ട് നിന്റെ അടുക്കൽ ഫോൺ തന്നിട്ട് വിളിക്കുമ്പോൾ വിളിക്കണം എന്ന് പറയുന്നവനോട് പറയണം, 18ഉം 19ഉം കൊല്ലം എനിക്ക് നേരെ ചൊവ്വ ജീവിക്കാൻ അറിയാമെങ്കിൽ നീ കെട്ടുന്നത് വരെ ജീവിക്കാൻ അറിയാം. നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നീ നിക്കാഹ് കഴിച്ചാൽ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള പെണ്ണുങ്ങളാകണം. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ കിട്ടണമെങ്കിൽ 3ാമത്തെ കാര്യം, നീ ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുആ ചെയ്യണം. രണ്ടുപേരും ജീവിതത്തിന്റെ തുടക്കം കുറിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മക്കളെ കിട്ടണമെന്നുള്ള മോഹം നിനക്കുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ദുആ ചെയ്യണേ. ദുആ ചെയ്തിട്ട് വേണം ജീവിതം തുടങ്ങാ. അല്ലാഹുവേ, ദുആ ചെയ്തിട്ട് മക്കളെ നേടിയെടുക്കണം. അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും തലതിരിഞ്ഞു പോകില്ല, ഒരുത്തനും നാണം കെടുത്തൂല, ഒരിക്കലും നിന്നെ കൈയൊടിഞ്ഞിട്ട് പോകില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒരു വാപ്പ ദുആ ചെയ്തിട്ടൊരു പൊന്നുമകനെ വാങ്ങുകയാണ്. ഏത് വാപ്പയാണ് ദുആ ചെയ്തതെന്നറിയുവോ? മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് ആ നാട്ടിലെങ്ങും കിട്ടാത്ത പഴങ്ങൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സക്കരിയാ നബി അലൈഹിസ്സലാം പള്ളിയുടെ മിഹ്റാബിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ പഴങ്ങൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സക്കരിയാ നബി ചോദിച്ചു, ഖാലയാ മറിയം അന്നാ ലകി ഹദാ ഖാല ഹുവ മിൻ ഇൻദില്ലാഹ്. അതാ
മറിയമെന്ന് പറയുന്ന പൊന്നുമോളോട് സക്കരിയ നബി ചോദിച്ചു, എവിടെ നിന്നാണ് മറിയമേ ഈ പഴങ്ങളൊന്നും ഈ നാട്ടിൽ കിട്ടുന്നതല്ലല്ലോ, നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കുമ്പോ ആ മറിയം ബീവി പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സക്കരിയ നബി അലൈഹിസ്സലാം അവിടെ നിന്നുകൊണ്ട് മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് രണ്ട് കൈയും ഉയർത്തിയിട്ട് സക്കരിയ നബി ദുആ ചെയ്തു, അല്ലാഹ് എനിക്ക് പടച്ചവര് ദുരിയത്തന ത്വയ്യിബ, അവിടുന്ന് പടച്ചറപ്പിനോട് പറഞ്ഞു, അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന കണ്ണിന് കുളിർമയാകുന്ന എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സന്താനത്തെ എനിക്ക് തരണേ അല്ലാഹ്. സക്കരിയ നബി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു ആ ദുആ സ്വീകരിക്കുകയാണ്. സക്കരിയ നബിക്ക് അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുത്തു. ആ പൊന്നുമോന്റെ പേര് യഹ്യാ നബി അലൈഹിസ്സലാം. ആ പൊന്നുമോന് പേരിട്ടത് പടച്ചറപ്പ് തന്നെയാ. യഹ്യാ എന്ന് പേരിട്ടത് അല്ലാഹു തന്നെയാണ്. പടച്ചവരെ, യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചാ നിറയാത്ത കണ്ണുകളില്ല. അല്ലാഹുവിനെ കുറിച്ച് പേടിച്ച ഇതുപോലെ മറ്റൊരു പ്രവാചകനില്ല. കരഞ്ഞു 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 തന്റെ കണ്ണുനീര് വീണിട്ട് എന്റെ പ്രിയമുള്ളവരെ പുല്ല് കിളിച്ചു വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം നോക്കുമ്പോ യഹ്യാ നബിക്ക് 11 വയസ്സായി. വാപ്പ നോക്കുമ്പോ തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്ന 120 വയസ്സുള്ളപ്പോഴാണ് തനിക്ക് യഹ്യാ എന്ന് പറയുന്നവര് പൊന്നുമോനെ കിട്ടിയത്. പ്രായമായ കാലത്ത് പടച്ചുറപ്പിനോട് കരഞ്ഞു ദുആ ചെയ്തിട്ട് തനിക്ക് കിട്ടിയ തന്റെ പൊന്നാര മകനുണ്ടല്ലോ, ആ മകന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടക്കുകയാണ്. തന്റെ പൊന്നുമോനെ കാണുന്നില്ല. സക്കരിയ നബി ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ ചെന്നിട്ട് പടച്ചുറപ്പിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹ് വയസ്സാങ്കാലത്ത് കിട്ടിയതാ പടച്ചവര്, എനിക്കവനെ വേണം പടച്ചവര്, എനിക്ക് തിരിച്ചു തരണം പടച്ചവര്. സക്കരിയ നബി അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചു വീട്ടിലേക്ക് നടന്നു വരുമ്പോ അതാ ഒരു ശ്മശാനത്തിന്റെ ഭാഗത്തുകൂടെ, ഒരു ഖബർസ്ഥാനിന്റെ ഭാഗത്തുകൂടെ സക്കരിയ നബി നടന്നു വരുമ്പോ അല്ലാഹ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. പാതിരാത്രി ഖബർസ്ഥാനിൽ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഇടിഞ്ഞു കിടക്കുന്ന പഴക്കം തന്ന ഒരു കബറിനകത്തിരുന്നൊരു പൊന്നുമോര് കരയുകയാണ്. സക്കരിയ നബി ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കരയുന്നതാരെന്നറിയുവോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ യഹ്യാ. തന്റെ പൊന്നുമോന് പാതിരാത്രി ഖബറിനകത്തിറങ്ങിയിരുന്ന് കരയുകയാണ്. സക്കരിയ നബി ചോദിച്ചു, മോനെ എന്തിനാ ഇതിനകത്ത് വന്നിരുന്ന് കരയുന്നത്? ആ പൊന്നുമോൻ അങ്ങനെ അതാ വാപ്പയങ്ങോട്ട് ചോദിക്കുമ്പോ ആ മകന്റെ മറുപടി കേട്ടിട്ട് വാപ്പയുടെ കണ്ണുപോലും നിറഞ്ഞു പോവുകയാ. ആ പൊന്നുമോന് പറഞ്ഞു, വാപ്പാ അവസാനം അന്ന് കിടക്കേണ്ടത് ഇതിനകത്തല്ലേ ഉപ്പാ. 11ാമത്തെ വയസ്സിൽ ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച് ഓർത്തിട്ട് പൊട്ടിക്കരഞ്ഞവര് പൊന്നുമോര്. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്തിട്ട് വാങ്ങുന്ന മക്കൾ ഇങ്ങനെയാ. അന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ മറിയം ബീവിയുടെ ഉമ്മയാണല്ലോ. മറിയം ബീവിയെ പോലെ ഒരു പൊന്നുമോളെ കിട്ടാനുള്ള കാരണം എന്തെന്നറിയുവോ? അന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പടച്ചവനെ, മക്കളില്ല. ആ സമയത്തൊരു തള്ളപ്പക്ഷി തന്റെ വയറ്റിന്റെ വായിക്കകത്ത് ഭക്ഷണം വെച്ചിട്ട് പറന്ന് വന്നിട്ട് തന്റെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഭക്ഷണം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ അന്നത്ത് ദേവി പടച്ചറപ്പിന്റെ മുന്നിലേക്ക് കൈ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ്സാലിഹീൻ. പടച്ചവരേ, സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലാഹ്.
അതുകൊണ്ട് പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു സന്താനം നിനക്ക് വേണമെങ്കിൽ മോനെ, ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നീ റബ്ബിനോട് ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യണം മക്കളെ തരാൻ. അല്ലാഹുവേ, നീ എനിക്ക് നല്ല സന്താനത്തെ റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ, കണ്ണിന് കുളിർമയാകുന്ന മക്കളെ എനിക്ക് തരണം എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നിക്കാഹ് കഴിഞ്ഞു, രണ്ടുപേരും മണിയറക്കകത്ത്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്തിരിക്കുക, രണ്ടുപേരും കൂടെ ജീവിതത്തിലേക്ക് രണ്ടുപേരും കാലെടുത്ത് വെക്കുക. എൻ്റെ പ്രിയമുള്ളവർ, രണ്ടുപേരും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് 12 മര്യാദയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുന്നതിന് 12 മര്യാദയുണ്ട്. ഞാൻ 12 എണ്ണവും പറയണില്ല, 3 എണ്ണം പറയാം. ഏറ്റവും കുറഞ്ഞത് 3 മര്യാദയെങ്കിലും പാലിക്കണം. ഒന്ന്, നീ ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബിസ്മി പറഞ്ഞിട്ട് വേണം ജീവിതം തുടങ്ങാൻ. കാരണം ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ? ഇപ്പം മദ്രസയിൽ കുട്ടികൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഉസ്താദ് ചോദിക്കും, ഇവൻ എന്താ ശൈത്താൻ്റെ സ്വഭാവമാണോ? അല്ലേ? ചില മക്കൾ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചോദിക്കുന്നത് ശൈത്താൻ്റെ സ്വഭാവമാണോ? അതിലൊരർത്ഥമുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ബിസ്മി പറഞ്ഞില്ലെങ്കിൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് കഴിക്കും. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറയാതെ ഭക്ഷണം കഴിച്ചാൽ ശൈത്താനും മക്കളും കൂടെ കയറിയിരുന്ന് തിന്നും. അതുപോലെ തന്നെ നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറയാതെ തുടങ്ങിയ അവനും നിന്റെ കൂടെ കൂടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 1, ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയം ബിസ്മി പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. 2, ഒരു ദുആ ഉണ്ട്, റസൂലുള്ളാഹി പഠിപ്പിച്ചെന്നൊരു ദുആ ഉണ്ട്, അത് പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പറയണില്ല. 2, നീ ദുആ ചെയ്യണം. 3, ഔറത്തുകൾ പരസ്പരം കാണില്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവ, അങ്ങനെ രണ്ടുപേരും കൂടെ ജീവിതം തുടങ്ങി. 1.5 മാസം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞു. 1.5 മാസം കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ മുഴുവനും കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? കല്യാണം കഴിഞ്ഞ ഒരു ആണിനോടും പെണ്ണിനോടും പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളോട് പലരോടും ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിക്കുക? നിങ്ങളൊക്കെ മലക്കുകളല്ലേ പടച്ചവനെ, അല്ലാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക. മലക്കുകൾ പറ്റ മക്കളൊന്ന് എഴുന്നേറ്റ് എല്ലാവരും. കല്യാണം എഴുന്നേക്ക് എഴുന്നേറ്റോ, കുഴപ്പമൊന്നുമില്ല. ഇത്തിരി നേരം അങ്ങോട്ട് നിൽക്ക്. എന്നിട്ട് വാപ്പോ എല്ലാവരും എഴുന്നേറ്റോ, അത്യാവശ്യമുള്ളവരൊക്കെ ഇറങ്ങിപ്പോക്കോ. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനോടും ആണിനോടും നാട്ടുകാർ കാണുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താ? മനുഷ്യന്മാരെ ചോദിക്കണ ചോദ്യം എന്താ? നാണം കുണുങ്ങിയുള്ള അല്ലാ മണവാട്ടി. പിന്നെ കാണുന്നവരൊക്കെ ചോദിക്കണൊരു ചോദ്യമുണ്ട്, വിശേഷമായില്ലേ? ഇല്ലേ? എല്ലാവരും ഇങ്ങനെ ചോദിക്കും. ചിലർ വിചാരിച്ചിരിക്കണം അത് കടയിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ്. കാണുന്നവരൊക്കെ ഇരിക്കിരിക്കുക, അൽഹംദുലില്ലാഹ് ഇരിക്കുക. അല്ലാഹു ആഫിയത്ത് എനിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ചോദിക്കും. ഞാൻ ഇതുകൂടെ പറഞ്ഞു നിർത്താം, പേടിക്കണ്ട. കാണുന്നവരെല്ലാവരും ചോദിക്കും, വിശേഷമായില്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരൻ ജോലിക്ക് വേണ്ടി ചെറുപ്പളശ്ശേരിയിൽ പോയി, അല്ലെങ്കിൽ ചളവറ എവിടെയെങ്കിലും പോയി. ഇപ്പോഴാ ഫോൺ അടിക്കണത്, ഭാര്യയുടെ ഫോൺ വിളിക്കുന്നു, നിങ്ങൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ വരണം, അല്ലെങ്കിൽ വീട് വരെ വരണം. എന്താ പെണ്ണെ? ഒന്നുമില്ല, നിങ്ങൾ വരണം. എത്ര നിർബന്ധിച്ച് ചോദിച്ചിട്ടും പറയണില്ല. പടച്ചവൻ, ഈ മനുഷ്യൻ പെട്ടെന്ന് ബൈക്ക് എടുത്തിട്ട് വണ്ടിയും വിളിച്ചിട്ട് പാഞ്ഞ് എന്ത് വെക്കുമ്പോൾ ഓള് ചിരിച്ചോണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പടച്ചവനെ, എന്താ ഇപ്പം ഇവക്ക് കുഴപ്പമൊന്നുമില്ല. അടുത്ത് എന്നിട്ട് ചോദിക്കും, എന്തേ വിളിച്ചത്, എന്താണ് സംഭവം? എത്ര ചോദിച്ചിട്ടും പുതുമണവാട്ടിയാണെങ്കിൽ ഇച്ചിരി നാണമുള്ള പെണ്ണാണെങ്കിൽ പറയൂല, എങ്ങനെ നിൽക്കും? 3-4 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഇവന് ഭർത്താവിന് ദേഷ്യം വരും. ഭർത്താവ് പിന്നെ ഉമ്മാനോട് ചോദിക്കും, എന്തേ ഉമ്മ ഫോൺ വിളിച്ച്, എന്താ കാര്യം എന്താ? ആ സമയത്ത് ഉമ്മ പറയും, മോനെ അവക്ക് വിശേഷമുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താണ് ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തേ പറയേണ്ടത്? തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്ന സമയം ഒരു ഭർത്താവ് എന്താ പറയേണ്ടത്? ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അപ്പം മൊബൈൽ എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടും, അളിയ ലോട്ടറി അടിച്ചളിയ വൈകിട്ട് പാർട്ടി ഉണ്ട്, എല്ലാവരും കാണണം. ഇതാ ചെയ്യുക. ഇന്നത്തെ ചെറുപ്പക്കാരതാ ചെയ്യുക. എങ്കിൽ ഒരു പെണ്ണ് ഗർഭിണിയാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയായി എന്നൊരു ഭർത്താവ് അറിയുന്ന സമയം എന്തേ ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങളാണ് ഈ കാര്യം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടത്.
അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു 2 പെണ്ണുങ്ങളെ പോലെ നിങ്ങളാകണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളോടും പറഞ്ഞു നിങ്ങൾ 2 പെണ്ണുങ്ങളെ കണ്ടുപഠിക്കണം. 2 പെണ്ണുങ്ങളെ പോലെ ആകാനും പാടില്ല. 2 സാധാരണയായ 2 പെണ്ണുങ്ങളെ നിങ്ങൾ കണ്ടുപിടിക്കണം. 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെ പോലെ നിങ്ങളാകാൻ പാടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പെണ്ണാര് അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ മറിയം ബീബിയെ പോലെ ആകണം പെങ്ങള്. ആ മറിയം ബീബിയുടെ ജീവിതം കണ്ടു വേണം പഠിക്കാൻ. നീ നിന്റെ ജീവിതത്തിൽ റോൾ മോഡലാക്കേണ്ട പെണ്ണ് മറിയം ബീബിയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇത്ര വലിയ പദവി കിട്ടാനുള്ള കാരണം എന്തെന്നറിയുവോ? പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ ഇത്ര വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുവോ? മറിയം ബീബിയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു റബ്ബി ഹബിലി മിനസ് സാലിഹീൻ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണം പടച്ചവരെ. അങ്ങനെ ദുആ ചെയ്ത് നടക്കുകയാണ് പടച്ചവരെ. ഒരു ദിവസം ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഗർഭിണിയാണെന്ന് മനസ്സിലാവുകയാ. ആ സമയത്ത് ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ ഗർഭിണിയാണെന്ന് മനസ്സിലായപ്പോ പടച്ച റബ്ബിനോട് പറഞ്ഞു റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ. ഹന്നത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ച റബ്ബിനോട് പറഞ്ഞു അല്ലാഹ് എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെ ഞാൻ നിന്റെ പള്ളിക്ക് വേണ്ടി നേർച്ച ചെയ്യുന്നു അല്ലാഹ്. അന്ന് നല്ല മക്കളെ കിട്ടിയ അങ്ങനെയായിരുന്നു. ഹന്നത്ത് ബീവി പറഞ്ഞു അല്ലാഹ് എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന സന്തതിയുണ്ടല്ലോ അതിനെ ഞാൻ നിന്റെ പള്ളിക്ക് തന്നെ തന്നേക്കാ പടച്ചവര്. അല്ലാഹുവേ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ചില ചെറുപ്പക്കാര് പറയാറുണ്ട് ഉസ്താദേ ഭാര്യ ഗർഭിണിയാ അവനെ ഹാഫിളാക്കണം ഉസ്താദ്, ആണാണെങ്കിൽ ഹാഫിളാക്കണം ഉസ്താദ്. അത് നല്ല തീരുമാനമാമോര്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയമുണ്ടല്ലോ നീ എന്തേ ചെയ്യേണ്ടത്? യദഊലഹു ഔലാദന സാലിഹാ ഭാര്യയുടെ വയറ്റത്ത് കൈവച്ചിട്ട് റബ്ബിനോട് പറയണമല്ലാ എന്റെ കണ്ണിന് കുളിർമയാകുന്ന എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവര് സന്താനമാക്കി തരടേ പടച്ചവര്, എനിക്ക് പ്രയോജനം ചെയ്യുന്നതാക്കി തരടേ പടച്ചവര്, എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനാക്കില്ലൂ, എന്നെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്നവനാക്കില്ലൂ, മരിച്ചു പള്ളിക്കാട്ടിൽ കൊണ്ടിട്ടിട്ട് പോലും സമാധാനം തരാത്തവനാക്കല്ല അല്ലാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ ഭർത്താവ് ഗൾഫിലാകട്ടെ ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ നീ അല്ലാഹുവോട് ദുആ ചെയ്യണമല്ലോ ഇതിനെ സ്വാലിഹാക്കി തരണേ പടച്ചവരെ. വനകൂന മിനശ്ശാകിരീൻ എന്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് നീ സന്താനത്തെ നന്നാക്കി തന്നാ ഞാൻ നിന്നോട് ശുക്ർ കാണിക്കുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് മനസ്സിലാകുമ്പോ യദഊലഹു ഔലാദന സാലിഹാ ഇവനെ സ്വാലിഹായ സന്താനങ്ങളിൽ പെടുത്തണേ എന്ന് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ദുആ ചെയ്യണം ഭാര്യ ഗർഭിണിയാകുമ്പോൾ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുക. ഇത്രയും നേരം അൽഹംദുലില്ലാ ഇത്രയും നേരം കല്യാണം കഴിക്കാനിരിക്കുന്നവരോടാ പറഞ്ഞ്. ഇനി കല്യാണം കഴിച്ചവര്, നിങ്ങൾ അധികം പേരും കല്യാണം കഴിച്ചവരാ. ഉസ്താദേ ഞാനും പെണ്ണ് കെട്ടി, ഓളൊന്ന് നന്നാകാൻ എന്താ വഴി? എനിക്ക് മക്കളുണ്ട്, ആ മക്കൾ നന്നാകാൻ എന്തേ വഴി? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ കല്യാണം കഴിക്കാത്തുള്ളവർ പോട്ട് ഞാൻ അവിടെ നിർത്തി. ഇനി കല്യാണം കഴിച്ചവർക്ക് പല ചെറുപ്പക്കാരും പറയാറുണ്ട് ഉസ്താദേ എൻ്റെ ഭാര്യ
അവളുടെ കുത്തുവാക്കും പരിഹാസവും കളിയാക്കലും കേട്ടും മടുത്തു. മക്കൾക്ക് വേണ്ടി ജീവിക്കാം ഉസ്താദെ. എത്രയോ സഹോദരിമാരുണ്ട് പറയുന്നു, ഉസ്താദെ പടച്ചോൻ എൻ്റെ ഭർത്താവ് ഒന്ന് നന്നായി കാണാൻ, അയാളെ നിസ്കരിക്കാൻ, ഒന്ന് ഖുർആൻ ഓതുന്നത് കാണാൻ വലിയ കൊതിയ. പടച്ചവനെ മക്കൾ കാരണം കണ്ണുനീര് കുടിക്കണം മാതാപിതാക്കളുണ്ട്. പടച്ചവനെ അല്ലാഹുവേ വല്ല മോശമായി ജീവിതം നയിക്കുന്ന മക്കൾ, ആ മക്കളൊന്ന് നന്നായി കാണാൻ ദുആ ചെയ്ത് നടക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുക, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വിവാഹം കഴിച്ചവരോട്, മക്കളെ കിട്ടിയവരോട് എൻ്റെ പ്രിയമുള്ളവരെ ഖുർആൻ പറയുക, നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യ നന്നാകണോ, നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യ നന്നാകണോ, പെങ്ങളെ നിന്റെ ഭർത്താവ് നന്നാകണോ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് ചെയ്യാനൊരു കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേ, ഒന്ന് നേരെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇനി നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി സംഘടിപ്പിച്ചൊരു പരിപാടിയാണ്. അൽഹംദുലില്ലാ, ഒരു ബക്കറ്റ് പിരിവല്ലാതെ വേറെ ഒന്നുമില്ല. ഈ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. ഈ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ അള്ളാഹു തരുന്ന 3 പ്രതിഫലം ആദ്യം കേൾക്ക്, പിന്നെ ഇട്ടതിന് ശേഷം പറയും. 6 പ്രതിഫലം ഞാൻ പറയാം. ബക്കറ്റിൽ പൈസ ഇടുന്നതിന് മുമ്പ് 3 എണ്ണം കേൾക്ക്. 1, അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, നിന്റെ ഭാര്യ നന്നാകും. എത്ര വൃത്തികെട്ടവളാണെങ്കിലും നിന്റെ ഏത് മോശമായ ജീവിതം നയിക്കുന്ന ഭാര്യയാണെങ്കിലും അവൾ അള്ളാഹു നന്നാക്കി തരും. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ സംഘാടകർ മജ്ലിസ് നൂറിൻ്റെ 1ാമത്തെ വാർഷികം, അൽഹംദുലില്ലാ ഒരുപാട് പൈസ ചെലവുണ്ട്. അവർ ബക്കറ്റുമായിട്ട് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സറിഞ്ഞിട്ട് നീ ഒരു സദക്കയിട്ടാൽ അള്ളാഹു നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലം, നിന്റെ ഭർത്താവിനെ കണ്ണിന് കുളിർമയായ ഒരു ഭർത്താവാക്കി അള്ളാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 1ാമത്തെ പ്രതിഫലം നിന്റെ കുടുംബജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരും. 2, നിന്റെ മക്കൾ കാരണം കരയേണ്ടി വരില്ല. നിന്റെ മക്കൾ കാരണം ഒരുത്തൻ്റെ മുന്നിൽ നാണം കെടേണ്ടി വരില്ല. നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളല്ല, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളെ അള്ളാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 2ാമത്തേത്, വാപ്പ നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരുത്തൻ നിനക്കുണ്ടാകും. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു മകൻ, നിന്റെ മയ്യത്തിന്റെ ഇമാമ് ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പറയും, ഞാൻ നിൽക്കും, എൻ്റെ വാപ്പയാ എൻ്റെ ഉമ്മയാ എന്ന് പറയുന്ന ഒരു സന്താനത്തെ അള്ളാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 അള്ളാഹുവേ, ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു സദക്ക കൊടുത്ത നീ ഇന്ന് നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ നിന്റെ വീട് കാണാൻ ഇന്നൊരു അതിഥി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 പ്രതിഫലം ഞാൻ പറയാം. 1, അള്ളാഹു നിന്റെ കുടുംബജീവിതം. ചെറുപ്പക്കാരാ, മോനെ, നല്ല ഒരു പെണ്ണിന് വേണമെന്ന് നിനക്ക് മോഹമുണ്ടോ? നല്ല ഒരു പെണ്ണിനെ കിട്ടണമെന്ന് നിനക്ക് മോഹമുണ്ടോ? വാപ്പാ, നിന്റെ പൊന്നുമോളെ പൊന്നുപോലെ നോക്കുന്ന ഒരു മനുഷ്യനെ നിനക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മണവാളനെ വേണമെന്ന് ആഗ്രഹമുണ്ടോ? കൊടുത്തോ. അള്ളാഹു നിന്റെ മകളുടെയും നിന്റെയും ജീവിതം സന്തോഷത്തിലാക്കി തരും. 2, സ്വാലിഹായ മക്കളെ തരും. 3, ഇന്ന് രാത്രി നിന്റെ വീട് കാണാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. എന്തേ ബക്കറ്റ്, എന്തേ ഇപ്പോൾ സംഘാടകർ ബക്കറ്റ് എടുത്ത്, എന്തേ പെട്ടെന്ന് എടുത്തു. അൽഹംദുലില്ലാ. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. എല്ലാവരും പോക്കറ്റിൽ കൈയിട്ടിട്ട് എന്തെങ്കിലും എടുത്തോ. മരിച്ചുപോയ വാപ്പയും ഉമ്മയും പള്ളിക്കുഴി കിടക്കുന്നുണ്ട്, അവരുടെ കബറി സ്വർഗത്തിൻ്റെ കവാടം തുറക്കാൻ ഇല്ല. കൈകെട്ടിയിരുന്ന നാളെ നീ കുഴി കിടക്കുമ്പോൾ നിന്റെ മക്കൾ ഇതുപോലെ ഇരിക്കും. ആ ഒരു ചിന്ത മാത്രം മതി. ഒരു ചെറിയ പയ്യനാ മുന്നിൽ വരുന്നത്, വലിയ ആളല്ല. നിങ്ങളുടെ ചെറിയൊരു മോൻ, അള്ളാഹുവേ ഒരു നല്ല മക്കളെ കിട്ടാനാ. മനസ്സറിഞ്ഞിട്ടൊരു സദക്ക അള്ളാഹു കബൂലാക്കട്ടെ. ബിസ്മില്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവേ ഒരു പാതിരാത്രി ഒരു പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള്, നിന്നെ പോലെ ഒരു പാവപ്പെട്ട പെണ്ണ് പടച്ചവനെ വീടിന്റെ കവാടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മകനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു പോയതാ. കാണുന്നില്ലല്ലോ പടച്ചവര്, വരണ്ട സമയം കഴിഞ്ഞല്ലോ പടച്ചവര്. തന്റെ ഭർത്താവിനെയും തന്റെ പൊന്നുമൂടെയും കാണാതെ ആ പ്രിയപ്പെട്ട ഭാര്യ മനസമാധാനമില്ലാതെ വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാ. ആരാ കാത്തു നിൽക്കുന്നത്? മഹ്ദി ഉമ്മ സുലൈം.
ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവരെ വീടിന്റെ കവാടത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തു നിൽക്കുകയാ. അതാ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ നോക്കുമ്പോ അങ്ങ് അകലെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ തൽഹ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അനസ് റളിയല്ലാഹു തആല അൻഹു വാപ്പയും മകനും കൂടെ അങ്ങ് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ നടന്നു വരുന്നത് കാണുമ്പോ ആ പെണ്ണിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സമാധാനമായി അല്ലാഹുവേ ഭർത്താവ് മകനും ഇങ്ങനെ അടുത്തടുത്ത് വരികയാ. അതാ വീടിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ഉമ്മു സുലൈം നോക്കുമ്പോഴതാ തന്റെ ഭർത്താവിന്റെ കൂടെ മറ്റൊരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ. അബൂ തൽഹ സലാം പറഞ്ഞു, ഉമ്മു സുലൈം സലാം അടക്കുകയാ. അതാ വീടിനകത്തേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരികയാണ്. ഉമ്മു സുലൈം ചോദിച്ചു, തൽഹ ആരാ തൽഹ? ഒരു പ്രായമുള്ള മനുഷ്യന് കൂടെയുണ്ടല്ലോ, എന്തേ താമസിച്ചത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, പെണ്ണ് ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ ഒരു പാവപ്പെട്ടവനുണ്ട് സഹാബ, ഒരു യാത്രക്കാരനുണ്ട് സഹാബ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ ഞാൻ കൊടുക്കാം, നബിയേ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കണ്ണ് നിറയുകയാ. ഉമ്മു സുലൈമിന്റെ കണ്ണ് നിറയുകയാണ്. നീ എന്തിനാ കരയുന്നത്? ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അവിടെന്ന് പറഞ്ഞു, തൽഹ നമ്മുടെ പൊന്നുമോനെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാ. നമ്മുടെ ഭക്ഷണം കൂടെ നമ്മുടെ മകന് കൊടുക്കാമെന്ന് കരുതിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന അല്പം ഭക്ഷണമല്ലാതെ ഈ വീടിനകത്ത് മറ്റൊന്നുമില്ല തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ഭാര്യ പറയുകയാ, ഇന്ന് നമ്മൾ രണ്ടുപേരും പട്ടിണിയാണ്, നമ്മുടേത് കൂടെ നമ്മുടെ മകന് കൊടുക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ഈ ഭക്ഷണമല്ലാതെ മറ്റൊന്നും ഈ വീടിനകത്തില്ല. തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയിലിരുന്ന് കരയുകയാ. തന്റെ പൊന്നാര മകനുണ്ടല്ലോ അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ ഓടി വന്നു നോക്കുമ്പോ വാപ്പയും ഉമ്മയും കരയുകയാണ്. എന്തിനാ ഉമ്മ കരയുന്നത്? മോനെ അനസ്, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന് പാവപ്പെട്ടവന് കൊടുക്കാ ഭക്ഷണമില്ല. അനസ് ചോദിച്ചു, ഇരിക്കുന്ന ഭക്ഷണം ആർക്കുള്ളതാ? മോനെ, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും പട്ടിണി കിടക്കാ, എന്റെ പൊന്നുമോന് കടിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചിരിക്കുന്ന ഈ ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല. പടച്ചവനെ, വാപ്പയും ഉമ്മയും കൂടെ അടുക്കളയിലിരുന്ന് കരയുമ്പോ 11 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമോൻ അവരുടെ കൂടെ ഇരിക്കുകയാണ്. അല്പം സമയം കഴിഞ്ഞു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, തൽഹ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് സാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, നമുക്കെല്ലാവർക്കും കൂടെ ഈ ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും എടുത്തൊരു പാത്രത്തിലിടാ, എന്നിട്ട് നമുക്ക് 4 പേർക്കും കൂടെ കഴിക്കാതിരിക്കാ, എല്ലാവർക്കും കൂടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാ. എല്ലാവരും പാത്രത്തിനകത്ത് കൈയിട്ട് കഴിയുമ്പോ 11 വയസ്സുള്ള പൊന്നുമോനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, മോനെ അടുത്തിരിക്കുന്ന വിളക്കന്റെ പൊന്നുമോനങ്ങ് അങ്ങ് കൈകൊണ്ട് തട്ടി അണച്ച് കളയണം, എന്റെ പൊന്നുമോന് വിളക്കങ്ങ് തട്ടി അണച്ച് കളയണം, എന്നിട്ട് എന്റെ മകന് ഭക്ഷണം വാരി കഴിക്കല്ലേ. ആ പാവപ്പെട്ട മനുഷ്യനെന്ന് ഭക്ഷണം കഴിക്കട്ടെ, നമുക്ക് പട്ടിണിയിരിക്കാ പൊന്നുമോര്. അവസാനം കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു. എല്ലാവരും കൂടെ പാത്രത്തിന്റെ ചുറ്റുഭാഗത്തിരുന്നു. അനസെന്ന പൊന്നുമോ
ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അല്ലാഹുവേ, ഭക്ഷണം കണ്ട സന്തോഷത്തോടെ പാത്രത്തിലേക്ക് നോക്കുകയാ. എന്നിട്ടും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ്, ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കുകയാ. ഭക്ഷണം വാരിക്കഴിക്കണോ, ഉമ്മ പറയുന്നതനുസരിക്കണോ? അല്ലാഹുവേ, ആ സ്വാലിഹത്തായ പൊന്നുമോനുണ്ടല്ലോ, അവസാനം ഉമ്മ പറയുന്നതനുസരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പാത്രത്തിനകത്തേക്ക് കൈയിടുമ്പോ ആ 11 വയസ്സുകാരൻ തന്റെ കൈയുടെ അടുക്കലിരിക്കുന്ന വിളക്കങ്ങ് തട്ടി അടച്ചു കളയുകയാ. എന്നിട്ട് അവർ അഭിനയിക്കുകയാ, ഭക്ഷണം വാരിക്കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, കുറെ സമയം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു ദുആ ചെയ്യുകയാ. എന്നിട്ടതാ വീടിനകത്ത് നിന്ന് ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ, അന്ന് പാതിരാത്രി വിശപ്പ് സഹിക്കാൻ കഴിയാതെ വാപ്പയും ഉമ്മയും ഭാര്യയും ഇങ്ങനെ കിടക്കുകയാ. അല്ലാഹുവേ, 3 പേരും പട്ടിണിയാണ്. 11 വയസ്സുകാരൻ പോലും എനിക്ക് തന്നില്ലല്ലോ എന്ന് പരാതി പറഞ്ഞില്ല. തോറ്റുകൊടുക്കാ മനസ്സില്ലാതെ അന്ന് പാതിരാത്രി അവര് 3 പേരും ഇങ്ങനെ പട്ടിണി കിടക്കുകയാണ്. അവസാന സുബഹിന്റെ സമയത്ത് അള്ളാന്റെ പള്ളിയുടെ വിരാരത്തിൽ നിന്ന് സുബഹി ബാഗിന്റെ ശബ്ദം കേൾക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് തന്റെ കൂടെ കിടന്ന് പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാ. പിന്നെ എഴുന്നേക്ക് പെണ്ണ്, സുബഹിയുടെ ബാങ്ക് വിളിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. എന്നിട്ട് തന്റെ പൊന്നുമോന്റെ ചാരത്ത് ചെന്നിട്ട്, മോനെ പള്ളിയിൽ പോകാ. 11 വയസ്സുള്ള പൊന്നുമോനെ പറഞ്ഞു, വാപ്പാ നടക്കാ കഴിയുന്നില്ല, ശരീരം തളരുകയാവുമ്പോ. ആ സമയത്ത് ആ വാപ്പ തന്റെ പൊന്നാര മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പയുടെ ചുമലിൽ കയറിക്കോ. അവസാനം തന്റെ പൊന്നുമോനെ ചുമലിലേറ്റിയിട്ട് അബൂ തൽഹ റളിയല്ലാഹു തആല പള്ളിയിലേക്ക് കടന്നുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അയിന അബൂ തൽഹ, അബൂ തൽഹ എവിടെ? പള്ളിയുടെ ഏറ്റവും പുറകിലൊരു സൈഡിൽ നിന്നിട്ട് ലബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തൽഹ, ഇന്നലെ വീടിനകത്ത് വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ, അതല്ലാതെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അത്ഭുതത്തോടെ ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ വീടിനകത്ത് നടന്ന കാര്യം അങ്ങനെ അറിഞ്ഞ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഞാൻ മാത്രമല്ല, ഇന്നലെ രാത്രി നീയും നിന്റെ മോനും നിന്റെ ഭാര്യയും പട്ടിണി കിടക്കുന്നത് കാടാ. മലക്കുകളുടെ തിരക്കായിരുന്നു തൽഹ. സുബഹി വരെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയായിരുന്നു. അതുമാത്രമല്ല, ജിബ്രീൽ ഇന്നലെ രാത്രി ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നു. അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഖുർആനിൽ ആയത്തിറങ്ങിയെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, 3 സെന്റിനകത്തിരിക്കുന്ന ഒരു പള്ളിയുടെ പുനർനിർമ്മാണമാ. എന്റെ പ്രിയമുള്ളവരെ, മക്കളെ പഠിക്കുന്ന മദ്രസയിൽ നിന്ന് നല്ല രീതിയിൽ തേക്കാലാ. എന്റെ പ്രിയമുള്ളവരെ, കൊടുക്കാ കഴിയോ?
അള്ളാഹു തരുന്ന 3 പ്രതിഫലം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അള്ളാഹു തരുന്ന 3 പ്രതിഫലമുണ്ട്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് പടച്ചവനെ 3 സെന്റ് വസ്തു അള്ളാഹുവിന്റെ പള്ളി വെക്കാൻ കൊടുത്ത ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, ഈ പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്തുള്ള സർവ്വ പള്ളികളും സ്വർഗത്തിലാ. ഈ പ്രപഞ്ചത്തിലുള്ള കൊട്ടാരം പോലെയുള്ള പള്ളിയാകട്ടെ, ഒരു ചെറിയ പള്ളിയാകട്ടെ, സർവ്വ പള്ളികളും നാളെ സ്വർഗത്തിലാണ്. ആ പള്ളി ഒരു വിഭാഗം ജനങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. എന്റെ പ്രിയമുള്ളവരെ, ആ വിഭാഗത്തിൽ പെടണ്ട്, ആ വിഭാഗത്തിൽ പെടണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാ, അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാ. ആരും വെറുതെ കൊടുക്കണ്ട, ആരും വെറുതെ കൊടുക്കണ്ട. സമ്പാദിച്ചത് മുഴുവനും കൊടുക്കണമെന്ന് പറയുന്നില്ല. നിന്നെ കൊണ്ട് കഴിയുന്നത് പറ്റുമോ? നിന്നെ കൊണ്ട് കഴിയുന്നത് പറ്റുമോ? പടച്ചവനെ, മദ്രസയിൽ ഇൽമു പഠിക്കാൻ വരുന്ന മക്കള് ഫാത്തിഹ ഓതിയിട്ടാ തുടങ്ങുന്നത്. പിരിയുന്ന സമയത്ത് 3 സ്വലാത്ത് പറഞ്ഞിട്ടാ പിരിയുന്നത്. 6 അടി മണ്ണിനകത്ത് കിടക്കുമ്പോ ഈ മദ്രസ നിലനിൽക്കുന്ന കാലത്തോട് അതിനകത്ത് ഫാത്തിഹ ഓതുമ്പോ, അതിനകത്ത് ഖുർആൻ ഓതുമ്പോ, അതിനകത്ത് സ്വലാത്ത് പറയുമ്പോ നിന്റെ ഖബറിലേക്ക് ഒഴുകിയെത്തുന്നവര് ജാരിയായ സദഖയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, നിങ്ങളെ കൊണ്ട് കഴിയുന്നവരെ സദഖ കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയുണ്ടല്ലോ, മരണവേദന വല്ലാത്ത വേദനയാണ്. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയോ, പടച്ചവനെ മോശമായ മരണമുണ്ടല്ലോ. മുഖമെല്ലാ കറുത്തുപോയി, കണ്ണൊക്കെ തെള്ളിയിട്ട്, വായിലൂടെ പത വന്നിട്ട്, പടച്ചവരെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയിട്ട് വെള്ളം കെട്ടാതെ മരിച്ചുപോയ എത്രയോ പാവങ്ങളുടെ മയ്യത്ത് കണ്ടവരോ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, മരണവേദന സഹിക്കാൻ കഴിയാതെ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുമ്പോ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. മരണവേദന സഹിക്കാൻ കഴിയാതെ, മരണവേദന സഹിക്കാൻ കഴിയാതെ മരണത്തോട് മല്ലടിച്ചിട്ട് കിടന്ന് വിളിച്ചു പോകുമ്പോ മലക്ക് ചോദിക്കുകയാ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. എന്തിനാ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ നീ കിടന്ന് വിളിച്ചു പോകുന്നത്? നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലേ? നീ കരയില്ലേ? അള്ളാന്റെ പള്ളിക്ക് വസ്തു കൊടുത്തവരാ, നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളി പണിയുന്നതിന് വേണ്ടി ഇവരെ സഹായം ചെയ്തവരാ, അള്ളാഹുവിന്റെ ഖുർആനും കിതാബുകളും പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി നിന്നാൽ കഴിയുന്നവരെ സദഖ കൊടുത്തവരാ. അതുകൊണ്ട് നീ കരയല്ലേ? നോക്കുമോനെ, വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണടാ നിന്റെ തറവാട്, ഇതാണ് മോനെ നിന്റെ വീട്, ഇതാണടാ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം. കണ്ടോ മോനെ, സ്വർഗം ഇതാണെന്ന് നിനക്ക് മനക്ക് കാണിച്ചു തരികയോ. പടച്ചവരെ, ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു സദഖ കൊടുത്താ മരിക്കുന്ന സമയത്ത് അല്ലാഹു നിനക്കതിന്റെ പ്രതിഫലം കാണിച്ചു തരികയോ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങള് നാളെ പടച്ചവന്റെ പരലോകത്ത് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതിക്കഴിയുമ്പോ എഴുന്നേറ്റ് പോകേണ്ടവളോ. എങ്ങനെയാ പോകുന്നത്? പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കൊടികുത്തി വെച്ച് ഇടഞ്ഞും നടന്ന കുഷ്ഠരോഗിയെ പോലെ മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തില് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ചവന്റെ പരലോകത്തേക്ക്. ഏത് പരലോകമെന്നറിയുമോ? വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ. ഗർഭിണികളായ പെണ്ണുങ്ങൾ പ്രസവിച്ച വേദന അറിയാതെ
കഴിയാത്ത പരലോകമുണ്ടല്ലോ. ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് ഉമ്മ ഒളിച്ചോടുന്ന പരലോകമുണ്ടല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ച് പേടിച്ച് നരച്ചു പോകുന്ന പരലോകമുണ്ടല്ലോ. തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ വലിച്ചിറങ്ങുന്ന പരലോകമുണ്ടല്ലോ. വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും കൂടപ്പിറപ്പും കൂട്ടുകാര് ശരീരത്തിന്റെ അവയവങ്ങൾ നമുക്കെതിരാകുന്ന പരലോകമുണ്ടല്ലോ. നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന പരലോകമുണ്ടല്ലോ. നരകത്തിന്റെ തീ കാണുന്ന പരലോകമുണ്ടല്ലോ. എല്ലാവരും തലതാഴ്ത്തികെട്ട് നിന്ന് കരയുന്ന പരലോകമുണ്ടല്ലോ. പടച്ചവനെ മുട്ടുവരെ നെഞ്ചുവരെ അരവരെ കടുത്തുവരെ ജനങ്ങൾ വിയർപ്പിനകത്ത് മുങ്ങിത്താടുന്ന പരലോകമുണ്ടല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത പരലോകമുണ്ടല്ലോ. ആ പരലോകത്തിൽ ഒരു വിഭാഗം പെണ്ണുങ്ങളുണ്ടല്ലോ. അവര് കബറിനകത്ത് നിന്ന് അവരെഴുന്നേറ്റ പറവകളെ പോലെ പറക്കുകയാ. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ഒരു വിഭാഗം ജനങ്ങളുണ്ടല്ലോ. നിങ്ങളിൽ ഒരു വിഭാഗം കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പറക്കുകയാ. അവര് നടക്കണ്ട. പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പറവകളെ പോലെ പറന്നവരെ സ്വർഗത്തിലേക്ക് പോവുകയാ. സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ നിൽക്കുന്ന രുളുവാനെന്ന മലക്ക് ചോദിക്കുന്നു, നീ ആരാ പോര്, നീ ആരാ പെണ്ണ്? ഹൽ റഅയ്തു ഹിസാബ് ഹൽ റഅയ്തു സിറാത്ത്. ഇത്ര പെട്ടെന്ന് നിന്റെ വിചാരണ കഴിഞ്ഞു. നീ നരകം താണ്ടിയിട്ടാണോ വന്നത്? നിനക്കല്ലാഹു ഈ പ്രതിഫലം തരാനുള്ള കാരണമെന്താ? പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ ഖുർആൻ പറയുകയാ, ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. ഏറ്റവും ശർറായ ദിവസം നിനക്ക് രക്ഷയാ. 3 വലക്കാഹു നദറതം വസുറൂറോ. നിന്നെ പടച്ച റബ്ബിനെ കാണാനുള്ള ഭാഗ്യവാ. നിന്നെ പടച്ച റബ്ബിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യവാ. ഈ 3 ഭാഗ്യം നിനക്ക് തരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ നിങ്ങൾ തരുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നാലും എനിക്കൊന്നുമില്ല, തന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. ആരോടും പറഞ്ഞു വെച്ചിട്ടുമില്ല, സംഘാടകർ നിർബന്ധിച്ചിട്ടുമില്ല. പിന്നെയും ഞാൻ എന്തിനാണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നറിയുവോ? നാളെ മരിച്ച് റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അള്ളാഹു എന്നോട് ചോദിക്കും, സിറാജേ, ഒരു പള്ളിക്ക് വേണ്ടിയായിരുന്നല്ലോ, ഒരു മദ്രസയ്ക്ക് വേണ്ടിയായിരുന്നല്ലോ, സംഘടനയ്ക്ക് വേണ്ടിയല്ല, നാട്ടുകാരുടെ മുന്നിൽ വലിയവനാകാനല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടി, എന്റെ വീടിന് വേണ്ടിയായിരുന്നല്ലോ. നിന്റെ മുന്നിൽ 100 കണക്കിന് സ്വർഗത്തിന്റെ അവകാശികൾ ഉണ്ടായിരുന്നല്ലോ. നീ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ അവരെ തരുമായിരുന്നല്ലോ. എന്തേടാ ചോദിക്കാഞ്ഞതെന്ന് റബ്ബെങ്ങാണം എന്നോട് ചോദിച്ചാ പറയാൻ മറുപടിയില്ലാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, മരിക്കുന്ന സമയം സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യവാ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് ചിരിക്കുന്ന മുഖത്തോടെ സ്വർഗം കണ്ടിട്ട് മരിക്കാറുള്ള ഭാഗ്യമാണ്. 2, കാലിന്റെ ഭാഗത്ത് സ്വർഗത്തിന്റെ കവാടം കബറിനകത്ത് അല്ലാഹു തുറന്നു തരും. എന്റെ പ്രിയമുള്ളവരെ, കബറിനകത്ത് നിന്നെഴുന്നേറ്റിട്ട് നീ നടക്കണ്ട, പരലോകത്തുകൂടെ പറന്ന് നിനക്ക് സ്വർഗത്തിലെത്താ. നിന്നെ പടച്ച റബ്ബിനെ കാണാൻ കഴിയുമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. അല്ലാഹുവേ, നിങ്ങളെ ഞാൻ അല്ലാഹനെ ഏൽപ്പിക്കുക, അല്ലാഹന്റെ പള്ളിക്ക് വേണ്ടി.